നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയുടെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 24ാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്നായിരിക്കുന്നത്. 2025 ഒക്ടോബർ മാസം 21-ാം തീയതി ഈ ചൊവ്വാഴ്ച ദിവസം നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്തൃകൃപയെ ആശ്രയിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ച പഠനത്തിൻ്റെ തുടർഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവായ യേശു ക്രിസ്തു സഭയുടെ അധിപനായിരിക്കുന്ന, സഭയെ സ്ഥാപിച്ചവൻ, സഭയെ പരിപാലിക്കുന്നവൻ, സഭയെ ചേർക്കുവാൻ വേണ്ടി വേഗം വരുന്ന കർത്താവ് തൻ്റെ സഭയുള്ള ബന്ധത്തിൽ സംസാരിച്ചിരിക്കുന്ന 7 സഭകളുള്ള ബന്ധത്തിൽ സംസാരിച്ചിരിക്കുന്നതിലെ 5ാമത്തെ സഭയാകുന്ന സർദീസ് സഭയോട് സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത് സർദീസ് സഭയോടുള്ള മുന്നറിയിപ്പുകളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എന്താണ് പ്രശ്നം, എന്താണ് കുറവ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിപ്പാൻ ഇടയാത്തീർന്നു. പ്രശ്നത്തിന്റെ പരിഹാരം അവരോട് സംസാരിപ്പാനായിട്ട് ഇടയാത്തീർന്നു. ഉണർന്നുകൊള്ളണം, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം എന്നൊക്കെ കർത്താവരെ ഓർപ്പിച്ചുണർത്തി അവരോടുള്ള നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയാണെന്ന് ഓർത്ത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നമ്മൾ പ്രാപിച്ചത്, നമ്മൾ കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതണം. നമ്മുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മറന്നുപോകും. എന്നാൽ നാം ഒരിക്കലും മറക്കാത്തതാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതിനെക്കുറിച്ചാണ് ദൈവം നമ്മൾക്ക് ഓർമ്മ തന്നിരിക്കുന്നത്. നാം പ്രാപിച്ചതെന്താണ്? നാം നഷ്ടപ്പെട്ടവരല്ല, നാം ഒരിക്കലും നാം നഷ്ടത്തിലായവരല്ല, ലാഭത്തിലായവരാണ്. അതുകൊണ്ട് വചനം പറയുന്നത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിതത്തിൽ ലാഭം കണ്ടെത്തിയ ഭാഗ്യമാരാണ് ദൈവമക്കളായിട്ടുള്ളവർ. പക്ഷെ നമുക്കതിൻ്റെ വിലയും നിലയും ഒന്നും ഇപ്പോൾ അത്രമാത്രം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ലോകത്തിൻ്റെ ജീവിതം കഴിഞ്ഞു കഴിയുമ്പോൾ, അതിന് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുകയാണെങ്കിൽ, രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമുക്ക് അന്നേരമാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതം, നമ്മളും സാധാരണ ഒരു ജീവിതം, സൂര്യൻ ഉദിച്ചു, നമ്മളും എഴുന്നേറ്റു, പലതും ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു. വലിയ വ്യത്യാസമൊന്നും നമുക്ക് മറ്റുള്ളവരോട് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല. എല്ലാവർക്കും മഴ പെയ്യുന്നു, എല്ലാവർക്കും വെയിൽ ഉദിക്കുന്നു, എല്ലാവർക്കും എല്ലാം ഒരുപോലെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, യാന്ത്രികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങളുണ്ട്. അത് നമുക്കത് മനസ്സിലാകത്തില്ല. ഓരോ ദിവസം ചെല്ലും തോറും ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടി പ്രാപിച്ച് ബലപ്പെട്ട് വിശുദ്ധീകരണത്തിലേക്കും ദൈവവരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് കാണത്തില്ല, അറിയത്തില്ല. എന്നാൽ നമ്മുടെ അകത്ത് ആന്തരികമായ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് ഉണർവെന്ന് പറയുന്നത്. ആത്മീയ ഉണർവ് എന്നത് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം അത് പുറമേ കുറെ ഒച്ച വെക്കുന്നതോ ബഹളം വെക്കുന്നതോ ഒന്നുമല്ല. അത് വേണം, ആരാധനയിലുണ്ട്, നമുക്കിതെല്ലാം ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആത്മാവിനെ ദൈവം ഉണർത്തി അതിനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പിന്നെ സമ്മതിക്കരുത് എന്ന് പറയുന്ന അർത്ഥം ആത്മാവിൽ എപ്പോഴും സജീവമായിരിക്കണം. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നതിനെയാണ് ഉണർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നമുക്കതൊരു പ്രാഗൽഭ്യം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്, ദൈവമായൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടാകും. അതാണ് ഹൃദയമായിട്ടുള്ള ദൈവമായിട്ടുള്ള സംസർഗം, എപ്പോഴുള്ള ബന്ധം. നമുക്കെപ്പോഴും ദൈവത്തോട് സംസാരിക്കാമല്ലോ. മൗനതയിൽ ദൈവത്തോട് ഹൃദയം കൊണ്ട് സംസാരിക്കാൻ പറയും. വാ കൊണ്ട് സംസാരിക്കും, ഹൃദയം കൊണ്ട് സംസാരിക്കും. നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ ആത്മാവിൽ നമുക്ക് സംസാരിക്കാം. എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആണ്. യാത്ര ചെയ്യുമ്പോഴോ ഇല്ല പോകുമ്പോഴോ വരുമ്പോഴോ നമ്മൾ പുറമേ ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും, ദൈവമായിട്ടുള്ള സംസർഗത്തിലായിരിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് ആത്മീയ ഉണർവ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളൊരു വലിയൊരു മീറ്റിംഗ് നടത്തി 10,000-കണക്കിന് ആൾക്കാർ വന്നു, വലിയൊരു മീറ്റിംഗ് നടത്തി, അത് പുറമേയുള്ള ഉണർവായി മാറുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഉണർവ് എന്നുള്ളത് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവനകത്തെ എന്ന് നമ്മളെ നന്നായി കഴുകി വെടിപ്പാക്കി ശുദ്ധമാക്കി കർത്താവിന് വേണ്ടി ഒരുക്കുന്നതിനെയാണ് ആത്മീയ ഉണർവ്, ഉണരുക എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മൾ ഉണർവുണർവാണ്. അപ്പോൾ അത് നമുക്കറിയാം, എനിക്ക് എന്നെ തന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് എന്നെ തന്നെ കർത്താവിൻ്റെ വേണ്ടി ഒരുക്കപ്പെടണം. ഞാനിപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ ഞാനാണല്ലോ ഒരുങ്ങേണ്ടത്. എത്രമാത്രം ഒരുങ്ങാമോ അത്രമാത്രം മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ ആ രീതിയിലാണ് ഒരുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട ആൾക്കാർ അത്ര ഒരുങ്ങെങ്കിൽ വിവാഹത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുന്ന മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ ഒരുങ്ങുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമുക്കറിയാം, അത് പ്രത്യേകമായിട്ട് അതാണെങ്കിൽ നാം ആ മണവാട്ടിയായിട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ വർക്ക്, അതിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെ കുറവാണ് സഭയുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നീ വചനമാകുന്ന കണ്ണാടി നോക്കിയിട്ട് നിന്റെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് സംസാരിക്കുന്നത്. സഭയോട് പറഞ്ഞു, നിനക്ക് ഈ കുറവുണ്ട്, നീ പേരുണ്ട്, പക്ഷേ നീ മരിച്ചതാണ്,
ജീവനില്ല, ദൈവമായിട്ട് ബന്ധമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, പുറമേയുള്ള ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് സഭയെന്ന പേരിൽ പുറമേ ഒരുപാട് കാര്യങ്ങൾ നടത്തിയാലും ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമുക്ക് ആ ബന്ധം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. എത്ര വലിയ സഭയാന്ന് പറഞ്ഞാലും, ഏതെല്ലാം സൗണ്ട് സിസ്റ്റം വെച്ചാലും, എന്തെല്ലാം ഒച്ചയും ബഹളവും വെച്ചാലും, അവിടെ വരുന്നവർക്ക് ദൈവമായിട്ടുള്ളൊരു ബന്ധം, ഇന്റേണൽ കണക്ഷൻ ഇല്ലെങ്കിൽ, ദൈവമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അതെല്ലാം വെറും പ്രഹസനങ്ങളാണ്, ഒന്നും പ്രയോജനപ്പെടുന്നില്ല. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു ഒറ്റ മുറിക്കകത്ത് നമ്മുടെ അകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും ദൈവമായിട്ടുള്ള വലിയൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഉണർന്നുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ദൈവമായിട്ട് ഉണർന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ ഉണർന്നവർ കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രകാശമായിരിക്കും, അവിടെ വെളിച്ചമായിരിക്കും. ആ സഭയ്ക്കകത്ത് വലിയ വെളിച്ചം തന്നെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ദിവസം ഉണർവുള്ളതായി തീരുവാൻ സർവീസ് സഭയുള്ള ബന്ധത്തിൽ ദൈവം അവരോട് ദൂത് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ദൈവം പ്രശ്നപരിഹാരം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല എങ്കിലുള്ള അതിനുള്ള മുന്നറിയിപ്പ് ദൈവം നൽകും, വാണി. അതാണ് നമ്മൾ അഞ്ചാമതായിട്ട് പഠിക്കുന്നത്. ഒരു എല്ലാ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാകുന്നുണ്ട്. മുന്നറിയിപ്പായിട്ട് തന്നിരിക്കുന്നത് അതിന്റെ വ്യാഖ്യാന വാക്യം 3-ാം അധ്യായം 3-ാം വാക്യമാണ്. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയും ഇല്ല. കർത്താവ് പറഞ്ഞു, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. നിന്നെ ഉണർത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. സർവീസ് സഭയോട് പറഞ്ഞു, ദൂത് എഴുതി അയക്കവും പറഞ്ഞു, നീ ഉറങ്ങിക്കിടക്കുക. അപ്പോ അന്നത്തെ ആ സമയത്തുള്ള ഏഷ്യയിലെ 7 സഭകളെ എടുത്താണ് കർത്താവ് സഭകളെ, ആഗോള സഭയെ പഠിപ്പിക്കുന്നത്, നമ്മളെ കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. ആ സഭയെക്കുറിച്ച് പറയാണ്, നിന്നിലുള്ള വിഷയം നീ ഇപ്പോൾ ഉറങ്ങിക്കിടക്കുക, നീ ഉണരാതിരുന്നാൽ ഞാൻ ഉണർത്താൻ വേണ്ടി ഉള്ള കാര്യങ്ങളെ ചില എഴുന്നേൽപ്പിക്കും. നിന്നെ ഉണർത്താൻ വേണ്ടി ചെയ്യുമ്പോൾ നീ അതിനെ ഓർത്ത് മാനസാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വന്നിരുന്നില്ലെങ്കിൽ, വിചാരിക്കും എനിക്ക് പേരൊക്കെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, എൻ്റെ പേര് എല്ലായിടത്തും അറിയുന്ന, സ്റ്റേറ്റിൽ അറിയാം, എൻ്റെ പേര് ഇന്റർനാഷണൽ അറിയാം, അന്തർദേശമായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവ് പറയുന്നത്, നിന്നെ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ, ലോക്കൽ സഭയിൽ പോലും അറിയപ്പെടാത്ത ഒരാളാണെങ്കിലും ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കണം. അതുകൊണ്ട് പേരിൽ നമുക്ക് പോകാമെന്ന് വിചാരിക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് തരുന്ന സ്ഥാനമാനങ്ങളോ ശുശ്രൂഷകളോ ഒക്കെ അത് വേണം, അതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതല്ല ദൈവം കണക്കാക്കുന്നത്. അത് ഇവിടുത്തെ ഒരു നമുക്ക് എന്നിരിക്കുന്ന ദൈവം ഒരു ശുശ്രൂഷ, എല്ലാവരും ഓരോ സ്ഥാനം എടുക്കണമല്ലോ, അത് വേണം. പക്ഷേ അതിൻ്റെ പേരിൽ അവിടെ ക്രെഡിറ്റ് ഒന്നുമില്ല. ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത് കൂട്ടത്തിൽപ്പെട്ടാണ് യൂതയും ശുശ്രൂഷ ചെയ്തയാളാണ്. കർത്താവിനെ കാണിച്ചു കൊടുത്ത യൂതയും ചെയ്തത്, ഞാൻ അതേക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ശുശ്രൂഷ ചെയ്തത് യോഹന്നാൻ സ്നാപകനാണ്. കർത്താവിനെ സ്നാനപ്പെടുത്തിയത്. പക്ഷെ അവൻ ഇടറിപ്പോയി. അതുപോലെ തന്നെ വലിയൊരു ശുശ്രൂഷ ചെയ്ത ആളായിരുന്നു തെറ്റിപ്പോയ കാണിച്ചു കൊടുത്ത യൂത. അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, രോഗികളെ സൗഖ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ പേരും ഉണ്ടായിരുന്നു, യേശുവിന്റെ അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെട്ടതും. പക്ഷേ അവൻ മരിച്ചവനായിരുന്നു. അവൻ്റെ ഉള്ളിൽ ദൈവമായിട്ട് ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അവന് സംഭവിച്ചെങ്കിൽ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവമായിട്ടൊരു ബന്ധത്തിൽ എപ്പോഴും ആയിരിക്കണം. ദൈവഭയം, ദൈവജ്ഞാനം, ദൈവവിവേകം നമുക്കുണ്ടായിരിക്കണം. കർത്താവ് പറയുകയാണ്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീയും അറിയുകയുമില്ല. ഈ കള്ളനെ പോലെ വരും എന്നുള്ളത് 3 പ്രത്യേക സന്ദർഭങ്ങളുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഒത്തുവാക്യം എടുത്ത് വായിച്ചിട്ട് എല്ലാം ഒന്നാണെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായി പോകും. അത് നമുക്ക് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒത്തുവാക്യങ്ങളെ വെച്ച് പഠിച്ചിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കാനുള്ള വിഷയം അതാണ്. ഇത് ഞാൻ കള്ളനെ പോലെ വരും എന്നുള്ള വിഷയം നിങ്ങൾ ഒത്തുവാക്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒന്നാണെന്ന് ധരിക്കാൻ പാടില്ല. 3 സന്ദർഭങ്ങളോട് ബന്ധത്തിലാണ് കർത്താവ് കള്ളനെ പോലെ ഉള്ള വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള സംഭവിക്കാവുന്ന 3 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മലാഖയുടെ പ്രവചനം എഴുതി തീർത്തപ്പോൾ ഉടനെ 3 നാളുകൾ പറഞ്ഞാണ് പഴയ നിയമം എഴുതി അവസാനിപ്പിച്ചത്. 7 നാളുകളോട് ബന്ധത്തിൽ എഴുതി തുടങ്ങിയിട്ട് മലാഖയുടെ പുസ്തകം എഴുതി അവസാനിക്കും 3 നാളുകളോട് ബന്ധത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 3 നാളുകൾ അത് സംഭവിക്കേണ്ടതാണ്, അത് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ 1 സംഭവിച്ചു, ഇനി ബാക്കിയുള്ളത് സംഭവിക്കാനുള്ളതാണ്. നമുക്കറിയാം, മലാഖയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 4-ാം അധ്യായം 3-4 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 3 നാളുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്നല്ല, അതെല്ലാം വളരെയധികം കാര്യമായി പഠിക്കേണ്ടതാണ്. 7 നാളുകളെ കുറിച്ച് നമുക്കറിയാം. 6 ദിവസം കൊണ്ട് ലോകസ്ഥാപനത്തിൽ സർവ്വം സൃഷ്ടിച്ച് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. എന്നാൽ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ 3 നാളുകളെ പ്രവചനാത്മാവിൽ പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് മലാഖയുടെ പ്രവചനം. ആ 3 നാളുകളും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം ഒന്നല്ല,
വളരെ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളാണത് പറഞ്ഞിരിക്കുന്നത്. ഞാനതിൻ്റെ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് വേഗത്തിൽ പറയാം. അത് മലാഖയുടെ പ്രവചനം 4-1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സർവ്വദുഷ്പ്രവൃത്തിക്കാരും തലടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയുന്നത് ചൂള പോലെ കത്തുന്ന ദിവസം കർത്താവിൻ്റെ മധ്യാകാശ വരവിലല്ല സംഭവിക്കുന്നത്. കർത്താവ് രണ്ടാം വരവാകുന്ന ദിവസമല്ല സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത് ഒടുക്കത്തെ നാളിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 2 പത്രോസിൻ്റെ ലേഖനം പഠിക്കുമ്പോൾ 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ എന്നാണ് ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നതിനെ കുറിച്ച് മനസ്സിലാകും. അപ്പം അത് കള്ളനെ പോലെ വരുന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കർത്താവിൻ്റെ മധ്യാകാശ വരവും കർത്താവിൻ്റെ മഹത്വ പ്രതിഷ്ഠതയും ഒടുക്കത്തെ നാളുള്ള പ്രത്യക്ഷ എല്ലാം കൂടി പഠിപ്പിക്കാൻ പാടില്ല. അത് വ്യത്യസ്തമായി വേർതിരിച്ച് പഠിക്കണം. അതിനെ ഇവിടെ പറഞ്ഞ ചൂള പോലെ കത്തുന്ന ദിവസം എന്നാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞത് എവിടെ പുസ്തകം അന്വേഷിച്ച് വായിച്ച അവയിലൊന്നും കാണാതിരിക്കുന്നത് എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ വിശദീകരണം തന്നെ അവിടെ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെപ്പോഴും വെളിയിൽ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്. ചോള പോലെ കത്തുന്ന ഒരു ദിവസം വരും. പ്രത്യേകിച്ച് പരസ്യയോഗങ്ങളിലൊക്കെ ഏറ്റവും അധികമായി പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് ചോള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അത് എന്നാണെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്നാണ് എന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും. ഇപ്പം പുസ്തകം എഴുതി തുടങ്ങിയത് നമുക്കറിയാം 7 ദിവസങ്ങളുടെ ബന്ധത്തിലാണ് അവസാനിപ്പിച്ച് 3 ദിവസങ്ങളുടെ ബന്ധത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം വളരെ സമ്പുഷ്ടമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ചൂള പോലെ കത്തുന്ന ദിവസം എന്നാ വരുന്നെന്ന് വിശ്വാസിയോട് ചോദിച്ചാൽ നമ്മൾ പ്രസംഗിച്ചു, എന്നാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ആൾക്കാർ അറിയത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രസംഗത്തിന്റെ ഭോഷത്വമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മൾ പരസ്യമായി പ്രസംഗിക്കുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരും തലടിയാകും, വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നമ്മൾ വിളിച്ച് പറയുക. അപ്പൊ അതിന്റെ എന്താണെന്നുള്ളതിന്റെ ഉൾക്കാമ്പൊന്നും കാര്യമായിട്ട് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഉണ്ട് എന്നുള്ളത് ലോകത്തോട് വിളിച്ച് പറയാം. പക്ഷെ എന്നാണ് സംഭവിക്കുന്നുള്ളത് പത്രോസിന്റെ ലേഖനത്തിൽ, അതിന്റെ 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലെ 8 മുതലുള്ള വാക്യങ്ങൾ, അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നും ആകാശത്തെ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തെ കാത്തുമിരിക്കുന്നു എന്നവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും, ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകുന്നു. ചിലർ പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഏറ്റവും പ്രധാന വിഷയം മാനസാന്തരമാണ്. മാനസാന്തരം എന്നുള്ള വിഷയം നമ്മൾ മറക്കാൻ പാടില്ല. മനസ്സിന് മാറ്റമുണ്ടാകണം. നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ രോഗം മാറുന്നത്, നമ്മുടെ ആത്മീയ രോഗം മാറുന്ന ഒരൊറ്റ വിഷയമുള്ളൂ, ഞാൻ ശരിയല്ല, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി അനുദിനം മാനസാന്തരപ്പെട്ട് ദൈവജനമാകുന്ന മെഡിസിൻ കഴിക്കുന്നതാണ് മാനസാന്തര അനുഭവ ജീവിതം എന്ന് പറയുന്നത്. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാൻ ഉള്ളതാകിയിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ മധ്യാകാശ വരവുകൾ ഭൂമി ആകാശം കത്തിയഴിയത്തില്ല, കത്തിയഴിയപ്പെടത്തില്ല. മൂലപദാർത്ഥം അന്ന് കത്തിയഴിയത്തില്ല, അറിയത്തില്ല. കർത്താവിന്റെ മധ്യാകാശ വരവ് നടക്കത്തില്ല. അപ്പൊ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, ഈ വചനത്തെ നമ്മൾ എടുത്തിട്ട് ഇതെല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ പാടില്ല. ഇത് മൂന്ന് സന്ദർഭങ്ങളോട് ബന്ധത്തിലാണ് തെളിവിന് വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പഠിക്കുന്നത്. അതിപ്പോൾ മലയാള പറഞ്ഞിരിക്കുന്ന ചൂള പോലെ കത്തുന്ന ദിവസം ഇതാണെന്നുള്ളത് ഇത് വായിക്കുമ്പോൾ നമുക്ക് വ്യാഖ്യാനിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കറക്റ്റാണ്, കൃത്യമാണല്ലോ. അതെ, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. 11-ാമത്തെ വാക്യം, ഇങ്ങനെ ഇവയൊക്കെ അഴിവാനും ആയിരിക്കും. ആകാശം ചുട്ടഴിവാനും, അതാണ്
അതാണ് പറഞ്ഞിരിക്കുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. എന്ന് വെച്ചാൽ പിന്നീട് കർത്താവിൻ്റെ മൊത്തം രണ്ടാമത്തെ വരെ ഒടുക്കത്താണ്ട് ആയിരമാട് വാഴ്ച കഴിഞ്ഞുള്ള സമയത്ത് നമ്മൾ പഠിക്കും, വെളിപ്പാട് പുസ്തകം പഠിക്കും. പക്ഷെ ഞാനിത് കള്ളനെ പോലെ വരും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേക ഒരു സന്ദർഭം എടുത്ത് മനസ്സിലാക്കി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ മനസ്സിലായി. ഇപ്പോൾ കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ചൂട പോലെ കത്തുന്ന ദിവസം പറഞ്ഞിരിക്കുന്നത്, അത് കർത്താവിൻ്റെ മധ്യാകാശ വരവല്ല, അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവല്ല. അത് എന്നാണ് സംഭവിക്കുന്നത്? അത് ഒടുക്കത്തെ നാളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒടുക്കത്തെ നാളിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചൂള പോലെ കത്തുന്ന ദിവസം ഒടുക്കത്തെ നാളാണ്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ ചിലരൊക്കെ പറയും അതിനെ കൊണ്ട് തെളിവ് താ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ കൂടുതൽ തെളിവൊന്നും തരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇതിൽ കൂടുതൽ തെളിവ് ഇത് വചനപരമായിട്ട് വിഷയങ്ങളെ നമ്മളിത് ബന്ധപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ചൂള പോലെ കത്തുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ചൂള പോലെ കത്തുന്ന ദിവസം, അത് പിന്നെ അത് കൂടുതൽ സംസാരിക്കേണ്ടത് ഈ വേരും കൊമ്പും എന്നാൽ ശേഷിപ്പിക്കാതെ ഇടുന്ന ആളത് അത് പഠിപ്പിക്കാം. അത് കർത്താവിന്റെ കൃപയാൽ അത് വെളിപ്പാട് ദിവസത്തിലേക്ക് വരുമ്പോഴും നമ്മൾ വരുമ്പോൾ അന്ത്യന്യായ വിധിയുള്ള ബന്ധത്തിൽ ഒടുക്കത്തെ നാളിൽ നടക്കുന്ന അന്ത്യന്യായ വിധി പഠിക്കും, മനസ്സിലായി എന്താണ് വേര് എന്താണ് കൊമ്പ് എന്നുള്ളത് മനസ്സിലാകും. അപ്പൊ ഇത് മലാഖയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചൂള പോലെ കത്തുന്ന ദിവസത്തെക്കുറിച്ചാണ് 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിനുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലായത് ഒടുക്കത്തെ നാളാണ്. ലോകസ്ഥാപനത്തിൽ തുടങ്ങിയ കാര്യങ്ങളെ ലോകാവസാനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാണ് മലാഖിയുടെ പുസ്തകം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ കെട്ടുറപ്പും അതിന്റെ പ്രത്യേക ലേഔട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അവിടെ 6-7 ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ പുസ്തകം പഴയ നിയമം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്ന 3 പ്രധാന ദിവസങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതുകൊണ്ട് പഴയ നിയമം കൊണ്ട് തീർന്നു പോകുന്നില്ല. ദൈവം തുടങ്ങിയ പ്രവൃത്തി, ലോകസ്ഥാപനം തുടങ്ങിയ പ്രവൃത്തി എന്നുവരെ എവിടെ വരെ എന്നുള്ളതിന്റെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടത് ചൂള പോലെ കത്തുന്ന ദിവസം എന്നുള്ളത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷയിലല്ല നടക്കുന്നത്. കർത്താവ് രണ്ടാമത്തെ, കാരണം ഇത് കത്തി കഴിഞ്ഞാൽ പിന്നെ കർത്താവ് എവിടെയാണ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ വരവിലും അല്ല. പിന്നെ എന്നാ സംഭവിക്കുന്നത്? 1000 ആണ്ടെല്ലാം വാഴ്ച കഴിഞ്ഞിട്ട് കള്ളനെ പോലെ ദിവസം പ്രത്യക്ഷപ്പെടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കള്ളനെ പോലെ വരുന്നത് ആ ദിവസം കള്ളനെ പോലെയാണ് പ്രത്യക്ഷമാർക്കാണ് അറിയത്തില്ല. ഗോഗ് മാഹോവ് യുദ്ധത്തോടനുബന്ധമായിട്ടാണ് നടക്കുന്നത്. അത് എത്ര ദിവസം 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ളത് ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ദിവസമുണ്ട്, അത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള പഠനത്തെ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനിവിടെ എംബസൈസ് ചെയ്യുന്ന ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എടുത്തിട്ട് അതെല്ലാം ഒരു കാര്യം അല്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. ഇതിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 3 കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ദിവസം പറഞ്ഞിരിക്കുന്നത് അതിന്റെ 5-ാം വാക്യമാണ്. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ മക്കളോടും മക്കളുടെ അപ്പന്മാരോടും നിരപ്പിക്കും. നിരപ്പ ശുശ്രൂഷയുടെ ബന്ധത്തിൽ യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. മഹത്വ പ്രത്യക്ഷ അന്ന് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോഴാണ്. അന്ന് ആണ് ഈ ഭൂമി ജീവനോടിരിക്കുന്ന എല്ലാവരെയും പതിരും ഒക്കെ മാറ്റി ദൈവം അവിടെ ഭരിക്കുന്നത്. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ഭാഗത്ത് പ്രത്യക്ഷയെക്കുറിച്ചുള്ള ദിവസമാണ്. എന്നാണ് നടക്കുന്നത്. അത് തീയിൽ പ്രത്യക്ഷനാകുന്നതാണ് കർത്താവ്. അഗ്നിയാതിൽ പ്രത്യക്ഷനാകുന്ന പറയുന്നത് വലുത് ഭയങ്കരമായ ദിവസം. അന്ന് എല്ലാവരും അതിശയിക്കത്തക്കവണ്ണം ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ് വലുതും ഭയങ്കരമായ ദിവസം. അതിന് മുമ്പായിട്ട് ഏലിയാ പ്രവാചകനെ അയക്കുന്നു പറയുന്നത് കർത്താവ് 1-ാം വരവിന് മുമ്പായിട്ട് കർത്താവ് യോഹന്നാനെ അയച്ചതാണ്. അത് കഴിഞ്ഞു. അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞ രക്ഷയുടെ ദൂത് അവിടെ പറഞ്ഞില്ല. അത് സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തുടങ്ങുന്നതാണ്. മത്തായി സുവിശേഷത്തിന്റെ ആരംഭം എന്ന് തുടങ്ങിയപ്പോൾ തന്നെ അത് രക്ഷയുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ആ ദിവസം വരുന്നതിന് മുമ്പായിട്ട്, ചൂട പോലെ കത്തുന്ന ദിവസം വരുന്നതിന് മുമ്പായിട്ട് കർത്താവ് യേശു ക്രിസ്തു ഒന്നാമത് വരും എന്നുള്ളതിന്റെ നാന്ദിയാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവാകുന്ന മഹത്വ പ്രത്യക്ഷത വലുതും ഭയങ്കരമായ ദിവസമാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്കതറിയാം. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച്, മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് നമ്മൾ പഠിക്കും. അന്ന് അതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുമെന്നാൽ ഇന്ന് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നൊന്ന് തെളിയിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗം കൂടി ഞാൻ വായിക്കാം. കാരണം ഒരു ഭാഗം വായിക്കുമ്പോൾ വേറൊരു ഭാഗം കൂടി വായിച്ച് അതിന് ഒരു തെളിവ് കൊടുത്തെങ്കിലേ നമുക്ക് അതിനകത്തൊരു ആധികാരികത വരികയുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വലുതും ഭയങ്കരമായ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലെ അതിന്റെ 5 മുതലുള്ള വാക്യം, 5-6 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലിയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ
കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ആശ്വാസവും പകരം നൽകുന്നത് ദൈവത്തിന്റെ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും തൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടാകുന്ന നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയാൽ ഇവിടെ കർത്താവ് യേശുവിൻ്റെ നാമം ഞങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു അഗ്നിയിൽ പ്രത്യക്ഷമാകുന്നത് തൻ്റെ ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലിയിൽ പ്രത്യക്ഷനാകും. അപ്പം അന്ന് എല്ലാവരും കാണും. അതാണ് കർത്താവിൻ്റെ ഭയങ്കരമായിരിക്കുന്ന വെളിപ്പാട്, ഭയങ്കരമായ ദിവസം. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നവരുടെ ബന്ധത്തിലാണ് ചിന്തിക്കുന്നത്. 2 തെസ്സലോനിക്കർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ ആകുന്നത്. അപ്പോൾ അത് പറഞ്ഞ് 2-ാമത്തെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം വരവിനെ കുറിച്ചാണ്. 1-ാമത്തെ ലേഖനം കർത്താവിന്റെ മധ്യാകാശ പ്രതിഷ്ഠയ്ക്ക് അവിടെ പ്രാതിനിധ്യം കൊടുത്തിരിക്കുന്നത്. ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒന്നല്ല. ഇപ്പൊ കർത്താവിന്റെ 1-ാം വരവ്, 2-ാം വരവ്, കർത്താവിന്റെ മധ്യാകാശ പ്രതിഷ്ഠ, ഇതെല്ലാം വേർതിരിച്ചാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വലുതും ഭയങ്കരമായ ദിവസത്തെക്കുറിച്ചും കർത്താവ് പറഞ്ഞിരിക്കുന്നത് കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. അത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇനി പഠിക്കേണ്ടതാണ് വിഷയങ്ങൾ. എന്നാൽ ഇത് ഈ കളനെ പോലെ ഒരു വിഷയം എടുത്തു കഴിയുമ്പോൾ തന്നെ അത് പിന്നെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണമല്ലോ. അത് മുഴുവൻ പറയാൻ പോകാൻ പറ്റത്തില്ലല്ലോ. അത് സംശയം മാറ്റി വിടാൻ വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. 16-15 പറഞ്ഞിരിക്കുന്നത്, ഞാൻ കളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്ന ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമോദൻ എന്ന പേരുള്ള സ്ഥലത്തേക്ക് കൊടുക്കും. വളരെ വ്യക്തമാണ് 2-ാമത്തെ വരവാണെന്നുള്ളത്. 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ ഉടുപ്പും വെള്ള ഉടുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഉടുപ്പെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ദൈവസഭയുള്ള ബന്ധത്തിൽ ഉടുപ്പല്ല, ദൈവം ജയാളികൾക്ക് നൽകുന്നത് വെള്ള ഉടുപ്പാണ്. അപ്പോൾ അത് ഒരു വാക്യത്തിൽ അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്, തിരുത്താൻ പോകരുതാരും. അതിനകത്ത് വലിയ അർത്ഥമുള്ളതാണ്. ഇപ്പം ചിലരിത് വായിച്ചിട്ട് മനസ്സിലാകുമ്പോൾ അതിനെ തിരുത്തും. ഇത് ഒരിടത്ത് വെള്ള ഉടുപ്പ്, ഒരിടത്ത് ഉടുപ്പെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് തിരുത്താൻ പാടില്ല. അതിൻ്റെ അർത്ഥമുണ്ട്. ഈ ഉടുപ്പെന്നുള്ളത് അത് നീതിമാന്മാരായിട്ടുള്ളവരെയുള്ള ബന്ധത്തിൽ കഥ 2-ാം വരവുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നെങ്കിൽ, വെള്ള ഉടുപ്പ് എന്നുള്ളത് നമ്മൾ സർവീസഭയുള്ള ബന്ധത്തിൽ പഠിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കി പോകുന്ന നല്ലതാണ്. ഉടുപ്പും വെള്ള ഉടുപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ 24 മൂപ്പന്മാർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് സിബാസിൽ നിന്നാണ് പഠിക്കുന്നത്. വെള്ള ഉടുപ്പ് എല്ലാവർക്കും കിട്ടത്തില്ല. ഉടുപ്പ് കിട്ടും. തന്നെ ഉടുപ്പ് അത് പഴയ വിശ്വാസം പുതിയ വിശ്വാസികൾക്കെല്ലാം കിട്ടുന്നതാണ് ഉടുപ്പ്. ഇവിടെ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച് അവന് കിട്ടുന്നത് ഉടുപ്പേ ഉള്ളൂ. എന്നാൽ ഉടുപ്പിനെ വെള്ള ഉടുപ്പാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ അവൻ നമ്മളെ നിലയെങ്കിൽ ധരിപ്പിച്ചു, ഉടുപ്പ് ഇട്ടു. പക്ഷെ അതിനെ അനുദിനം നാം തേജസ്വീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇപ്പം നമ്മളെ ക്രിസ്തുവിനെ ധരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ധരിപ്പിച്ചിരിക്കുന്ന ഇതിനെ അനുദിനം അലക്കി വെളുപ്പിക്കണം. അതാണ് പറഞ്ഞത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനസ്സിലായോ? അപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി, അപ്പോൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്ക് ശുദ്ധീകരണം അതുവരെ കിട്ടി. അതിനുശേഷമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അനുദിനം ഈ അങ്കി അലക്കി വെളുപ്പിക്കണം. അതിനെയാണ് വെള്ള ഉടുപ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആർക്കേ പറ്റുള്ളൂ? ആർക്കാ പറ്റുന്നത്? അവന്റെ രക്തത്തിൽ അനുദിനം ശുദ്ധീകരണം പ്രാപിക്കുന്നവർക്കാണ് ജയാളികളായി തീരുവാൻ കഴിയുന്നത്. അവരെയാണ് ഈ പറയുന്ന വെള്ള ഉടുപ്പ് ധരിപ്പിക്കുന്നത്. അപ്പൊ വെള്ള ഉടുപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് രക്ഷയുടെ ഉടുപ്പ് നമുക്ക് തന്നു ദൈവം. രക്ഷിക്കപ്പെടുമ്പോൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഉടുപ്പിട്ടു. നീതി എന്ന വസ്ത്രം എന്ന അങ്കി എന്നെ ഇടിവിച്ചത്, രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ ഇടിവിച്ചു. അപ്പോൾ ഇതിനെ ഉടുപ്പാക്കി മാറ്റും. തങ്ങളുടെ കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിക്കണമെന്നാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരെന്നാണ് പറയുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കുന്നവരെ കുറിച്ച്
വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വചനം പറയുമ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഇപ്പം ഞാനിവിടെ ഇത് പറയുമ്പോൾ അതിന്റെ വ്യത്യസ്തതയെ മനസ്സിലാകുന്നത് രക്തസാക്ഷിയാകുന്നതിനെ കുറിച്ച് 7-ാം അധ്യായം 14-ാം വാക്യം, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇവർ ആകാശത്ത് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നവരെന്നാണ് പറയുന്നത്. ഇത് ദൈവസഭയുള്ള ബന്ധത്തിൽ മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞതല്ല. അപ്പോൾ ഉടുപ്പുള്ളവരുണ്ട്, അങ്കി ധരിക്കുന്നവരുണ്ട്, വെള്ള ഉടുപ്പ് ധരിക്കുന്നവരുണ്ട്. അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലവാരങ്ങളുള്ളവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വ്യത്യസ്തത മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് ജസ്റ്റ് ഒരു ഹിന്റ് മാത്രം തരും. ഇത്രയും ആഴമായിട്ട് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ച് കാണത്തില്ല. പാട്ട് പാടും, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാണല്ലോ. അപ്പോൾ അങ്കി അലക്കി വെളുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയാളികളായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെള്ള ഉടുപ്പാണ് ലഭിക്കുന്നത്. അങ്കി ലഭിക്കുന്ന പഴയ വിശുദ്ധന്മാരോടും പുതിയ വിശുദ്ധന്മാരോടുമുള്ള ബന്ധത്തിൽ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ കന്യകമാരായ നിലവാരത്തിൽപ്പെടുന്നവരെ കുറിച്ചാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരെ കുറിച്ച്. അത് മഹാകഷ്ടതയിലാകുന്ന മഹോത്സവത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ്, എതിർക്രിസ്തുവിന്റെ ഭരണത്തിലാണ് ഈ ഒരു കണ്ടീഷനിൽ അവര് തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളെ ഉടുപ്പ് ധരിപ്പിക്കുവാൻ, വെള്ള ഉടുപ്പ് ധരിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ വെള്ള ഉടുപ്പുണ്ട്, നിലയങ്കിയുണ്ട്, വെള്ള നിലയങ്കിയുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നെനിക്കറിയാം, എന്നാൽ നമ്മൾ തുടർന്നുള്ള പഠനത്തിൽ അത് മനസ്സിലാക്കിയെടുക്കും. പക്ഷെ ഇത് പറഞ്ഞു പോകുന്നത് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയല്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ച് വെക്കരുത്. ഇങ്ങനെ ഒരു വസ്ത്രം മാത്രമാണെന്നുള്ള രീതി ചിന്തിച്ച് വെക്കരുത്. അതിന് നിർമ്മലകന്യകയുടെ വസ്ത്രം, കന്യകമാരുടെ വസ്ത്രം, അതുപോലെ തന്നെ സാധാരണ നീതിമാന്മാരുടെ വസ്ത്രം, ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വസ്ത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കഥ 2-ാമത്തെ വരെയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 16-ാം അധ്യായം വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത് അവർ തങ്ങളുടെ ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവരാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രതയും കൊള്ളുന്ന ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷ ഹർമോദൻ എന്ന പേരുടെ സ്ഥലത്ത്. ഇത് വളരെ വ്യക്തമാണ്. ഈ ഹർമോദ യുദ്ധം എന്നുള്ളത് മധ്യാകാശപരങ്ങളിലല്ല നടക്കുന്നത്. ഇപ്പോൾ ഇത് സംഭവിക്കുന്നത് ഒടുക്കത്തെ നാളിലുമല്ല നടക്കുന്ന എന്നാണ് ഹർമോദയം നടക്കുന്ന കഥ 2-ാമത്തെ വരെയാണ്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്ന അന്ന് ഭൂമി ജീവനോടിരിക്കുന്ന വൃതന്മാരായിട്ടുള്ളവരെ നീതിമാനമായിട്ട് ബന്ധത്തിലാണ് ഇവിടെ ഈ ഉടുപ്പെന്ന് പറയുന്നത്. വെള്ള ഉടുപ്പെന്നല്ല പറയുന്നത്, ഉടുപ്പെന്നാണ് പറയുന്നത്. അവർ മണവാട്ടി സഭയല്ല, അവർ തോഴിമാരാകുന്ന കന്യകമാരിൽ പെടുന്നവരുമല്ല, അവർ നീതിമാന്മാരായിട്ട് അവരെ ദൈവം അംഗീകരിച്ച് പോകുന്നവരാണ് ഈ പറയുന്ന ഉടുപ്പ് ധരിക്കുന്നവർ. ഇപ്പൊ കഥ 2-ാം വരവിനെ കുറിച്ചാണ് 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ കഥ പറഞ്ഞിരിക്കുന്നത് ഞാൻ കള്ളനെ പോലെ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ കള്ളനെ പോലെ വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അത് നമ്മൾ ചിന്തിച്ചത് ഒടുക്കത്തെ നാൾ കള്ളനെ പോലെ വരും. അത് അന്ന് ദിവസമാണ് പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് കള്ളനെ പോലെ വരുന്നത് കർത്താവിന്റെ 2-ാമത്തെ മഹത്വ പ്രത്യക്ഷയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടും. അന്ന് അഗ്നിയാലെ പ്രത്യക്ഷനായി ഭയങ്കരമായ ദിവസം പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വെളിപ്പാട് സഭയോട് ബന്ധത്തിൽ പറയുന്ന വിഷയം നമ്മൾ എടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകും. മലാഖയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 3 ദിവസങ്ങൾ അത് ഞാൻ പറയാത്തതുകൊണ്ട് അതുകൂടെ ഞാൻ പറയാം. കാരണം അത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ 7 ദിവസമുള്ള ബന്ധത്തിൽ പഠിക്കുന്നതായിരിക്കും. എന്നാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് വെളിപ്പാട് ദിവസത്തിന്റെ ഇതിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം 7 ഇതിനകത്ത് വഹിക്കുന്ന 7 ദിവസങ്ങൾ എന്നുള്ള പേരിൽ അത് എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് മുമ്പോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടെന്നുള്ളതും തുടർന്ന് വരുമ്പോൾ നമുക്ക് ആ ദിവസങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കേട്ടിരുന്നല്ലോ എന്നുള്ള ചിന്ത വരും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. മലാഖയുടെ പ്രവചനത്തിൽ പറയുന്ന 3 ദിവസങ്ങൾ, ഒന്ന് ചൂട് പോലെ കത്തുന്ന ദിവസം, ഇവിടെ വലുതും ഭയങ്കരമായ നാൾ വരുന്ന ദിവസം, അത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷ 2-ാം വരവിനുള്ള ബന്ധത്തിലാണ്. കർത്താവ് ആജ്ഞയാൽ അതിനെക്കുറിച്ചാണ് വെളിപ്പാട് 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കള്ളനെ പോലെ വരുന്നതിനെ കുറിച്ച് മനസ്സിലായി. ഈ ചൂട് പോലെ കത്തുന്ന ദിവസവും കർത്താവിന്റെ 2-ാമത്തെ വരവും അത് കള്ളനെ പോലെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ മലാഖയുടെ പ്രവചനത്തിൽ പറയുന്നത് ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ, അതിന് 3-ാം അധ്യായം 17-ാം വാക്യവും 4-ാം അധ്യായം 3-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ഒരു ദിവസമല്ല. അപ്പം ഇപ്പോഴുള്ള ഈ ആകാശഭൂമി കത്തി എഴിയപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവാന ഭൂമിയിൽ ഉണ്ടാക്കാനുള്ള ദിവസമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ
നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോഴത്തെ നാളുകൾ നമ്മളായിരിക്കുന്നത്. എന്നാൽ ആകാശഭൂമി കത്തിയഴിപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഉണ്ടാക്കുവാനുള്ള ദിവസം. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ 3 ദിവസങ്ങളെക്കുറിച്ച് മലാഖയുടെ പ്രവചനത്തിൽ പറയുന്നതോടെ ഞാൻ പറയാം. അത് ചൂട പോലെ കത്തുന്ന ദിവസം, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ, ഉണ്ടാക്കുവാനുള്ള ദിവസം. ഇത് 3 സംഭവിക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് പ്രവചനാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷമായിട്ട് സുവിശേഷത്തിലൂടെ കർത്താവ് ഒന്നാമത് വന്ന് തൻ്റെ പ്രവൃത്തിയെല്ലാം തികച്ച് തൻ്റെ സഭ സ്ഥാപിതമാക്കി. അപ്പം അതിനുള്ള ബന്ധത്തിൽ രക്ഷയുടെ സന്ദേശം പറഞ്ഞിട്ട് സഭയോട് ദൂത് പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്നെ വരുമെന്ന് നീ അറിയുകയുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന സഭയോടാണ് പറയുന്നത്. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും കള്ളനെ പോലെയാണ് വരുന്നത്, നമുക്കറിയത്തില്ല. അപ്പോൾ ഇനി വരാനുള്ള 3 സംഭവങ്ങൾ നമുക്ക് ആർക്കും അറിയത്തില്ല, എന്ന് സംഭവിക്കുന്ന അറിയത്തില്ല. അത് കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷ എന്നാന്ന് അറിയത്തില്ല, നമുക്കറിയാം കർത്താവ് വരും. ഏത് സമയത്ത് വന്നാലും എന്തിനാ കർത്താവ് കള്ളനെ പോലെ വരുന്നത്? കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയുടെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവം അവൻ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിടത്തില്ല. അതുകൊണ്ട് അവൻ അറിയാതെ നമ്മെ ചേർക്കുവാൻ വേണ്ടി യേശു കർത്താവ് വരും. നമ്മെ തെറ്റിലകപ്പെടുത്തി കളയാതെ വിശുദ്ധരാക്കി നിർത്തുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തു സൂക്ഷിച്ച് അവനറിയാതെ നമ്മെ കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവമായ കർത്താവ് ചെയ്തെടുക്കുന്ന പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൊണ്ടല്ല നാം സൂക്ഷിക്കപ്പെടുന്നത്. നാം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിച്ചാണ് നമ്മെ നിർത്തിക്കൊണ്ടു പോകുന്നത്. രാത്രി സന്തോഷത്തോടെ പറഞ്ഞ, കർത്താവേ, ഞാനിതിൽ പെട്ടുപോകാതിരിക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ ദൈവം സൂക്ഷിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പാദ്യമായിരിക്കുന്ന ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയെ ചേർക്കുവാൻ വേണ്ടി യേശു വരും. അത് ഈ ലോകത്തിന്റെ ദൈവം അറിയത്തില്ല. സാത്താൻ അറിയാതെ ദൈവം നമ്മളെ കൊണ്ടുപോകും. അത് രഹസ്യമായിരിക്കും. അല്ലെങ്കിൽ പരാജയപ്പെടുത്തി കളയാനുള്ള സാധ്യതകളുണ്ട്. ഡിസീവ് ചെയ്യാം, ചതിക്കാം. അതുകൊണ്ട് നാം ചതിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ചതിക്കപ്പെട്ടു പോകാതെ മരിച്ചാൽ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ മണവാട്ടിയാണെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കാം. ജീവനോടിരിക്കുമ്പോൾ നാം ഒരു നാളും ഉറങ്ങിപ്പോയി ശത്രുവിന്റെ പിടിയിലായിത്തീരുന്നതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ സാരം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 മുന്നറിയിപ്പുകളെ കുറിച്ച് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത കള്ളനെ പോലെയാണ്. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത കള്ളനെ പോലെയാണ് വരുന്നത്. ഒടുക്കത്തെ നാൾ പ്രത്യക്ഷപ്പെടുന്നത് കള്ളനെ പോലെയാണ്. ഈ 3 കാര്യങ്ങൾ കള്ളനെ പോലെ ആയിരിക്കും. ഇത് 3 വ്യത്യസ്ത സംഭവങ്ങളാണെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയല്ല മനസ്സിലായിട്ടില്ലെങ്കിൽ തുടർന്നുള്ള പഠനങ്ങളിൽ അത് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായമായ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും അത് ചോദിക്കാം എന്നുള്ളത് കമന്റ് ബോക്സിൽ ഞങ്ങൾക്ക് ഇടാം. യൂട്യൂബിനകത്ത് അത് അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾക്കത് ചോദിക്കാം എന്താണെന്നുള്ളത്. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഏത് ഭാഗം പഠിക്കുമ്പോഴും അതിനകത്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട, ചോദിക്കാൻ മടിക്കുകയൊന്നും വേണ്ട. അത് ചോദിച്ചാൽ അത് നിശ്ചയമായിട്ടും അത് എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. ചോദിക്കാം. പിന്നെ വെറുതെ കുറെ സംശയം ചോദിച്ച് നമ്മുടെ സമയം കളയാനും പാടില്ല. ആ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കും. ഈ പറയുന്ന 3 കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത് 7 ദിവസങ്ങളോളം ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. മലാഖയുടെ പുസ്തകം പറഞ്ഞിരിക്കുന്നത് 3 ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ചൂട് പോലെ കത്തുന്ന ദിവസം, കർത്താവിന്റെ ഭയങ്കരവുമായിരിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഭയങ്കരവും അതിശയകരമായ ഒരു ദിവസം വരാൻ പോകുന്നു. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ, കർത്താവിന്റെ 2ാമത്തെ വരവാണ്. ചൂട് പോലെ കത്തുന്ന ദിവസം ഒടുക്കത്തെ നാളാണ്. അന്നാണ് അത് കള്ളനെ പോലെ വരും. കർത്താവ് 2ാമത്തെ വരവിൽ അഗ്നിയാലി പ്രത്യക്ഷമാകുമ്പോൾ അത് കള്ളനെ പോലെയാണ് വരുന്നത്. സഭയുള്ള ബന്ധത്തിൽ ഇനി നടക്കാൻ പോകുന്നതാണ് കള്ളനെ പോലെ വരും എന്ന് പറയും. ഇപ്പൊ ഇവിടെ ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറയുന്നത് ഇസ്രായേലിനോടല്ല പറഞ്ഞിരിക്കുന്നത്, മറ്റാരോടാണ് പറഞ്ഞിരിക്കുന്നത്? സഭയോടാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ സർദീസ് സഭയോട് പറഞ്ഞിരിക്കുന്ന ദൂത് എബ്രഹാമിനുള്ള ദൂതാണ്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഉള്ള ദൂതാണ്. അത് സർദീസ് സഭയുള്ള ദൂതാന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ബൈബിൾ മടക്കി വെച്ച് പോകരുത്. ഇത് പറയണം, ഇത് എന്നോടുള്ള ദൂത. എൻ്റെ കർത്താവ് എപ്പോൾ വേണമെങ്കിലും അവൻ വരും. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏത് നിമിഷത്തിൽ
കാഹളം ധ്വനിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നാം ഉണർവുള്ളവരായി എപ്പോഴും ചെവി വട്ടം പിടിച്ച് ഒരു ദിവസമെങ്കിലും ചോദിക്കണം, യേശു കർത്താവേ, അങ്ങയുടെ കാഹളം ധ്വനിക്കുന്നത് എപ്പോഴാണ്? അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകണം. ഒരുപക്ഷെ ഇവിടുത്തെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയത്തില്ലായിരിക്കാം. ഇവിടെ സംസാരിക്കുന്ന പ്രായം വരുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ട് വരും. എന്നാൽ എത്ര പ്രായം ചെന്നാലും അകത്തെ മനുഷ്യൻ അത് കേൾക്കുവാൻ തയ്യാറുള്ളതാ, അത് ശക്തി പ്രാപിക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് നമ്മുടെ പുറമേയുള്ള ടാബർനക്കിൾ, ഈ കൂടാരം, അതിനെക്കുറിച്ച് പറയുന്ന ടാബർനക്കിൾ എന്നാണ് പറയുന്നത്. അത് കൂടാരമാണ്, പഴയ നിയമത്തിന്റെ കൂടാരം. നമ്മൾ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന കൂടാരമാണ് നമ്മൾ. അവിടെ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷപ്പെട്ടിരുന്നു, നമ്മളിലാണ് ദൈവ തേജസ് പ്രത്യക്ഷം. ഇത് പൊളിഞ്ഞു പോകും. നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നത്, കാഹളനാദം കേൾക്കുന്നത് ഒരിക്കൽ നമ്മുടെ ഈ പുറത്തുള്ള ചെവി കൊണ്ടല്ല. അതിന് ഇത്ര ഡെസിബിളിൽ കൂടുതൽ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. ഒന്നും തിരിച്ചറിയത്തില്ല. നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം ലഭിക്കുന്നതിന് പരിധിയുണ്ട്. ഉണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് ചെവിക്ക് എത്ര കുറഞ്ഞാലും കൂടിയാലും കേൾക്കാൻ പറ്റത്തില്ല, അല്ലേ? കൂടുതൽ ശബ്ദം വന്നാലും കേൾക്കാൻ പറ്റത്തില്ല, കുറവ് വന്നാലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിന് പരിധിയും നിശ്ചയിച്ചു, ഇത്ര ഡെസിബിൾ എന്നുള്ള രീതി കണക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ്. വെളിച്ചം അതിവായിട്ട് വെളിച്ചമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ല. വെട്ടം കുറവാണെങ്കിലും കാണാൻ പറ്റില്ല. അപ്പൊ അത് പുറമേ ഉള്ള മനുഷ്യനെ. എന്നാൽ ഇതിനെ അതിജീവിക്കുന്നതാണ് അകത്തെ മനുഷ്യൻ. ആ മനുഷ്യന് നമ്മുടെ അകത്തുള്ള ക്രിസ്തുയേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പുതു മനുഷ്യന് ഈ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് അകത്തെ മനുഷ്യനെ കുറിച്ച് മനസ്സായിട്ടുണ്ട്? നമ്മുടെ അകത്ത്, അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തു ജനിക്കുവോളം ഞാൻ പ്രസവത്തിന് പേടുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ് പറയുന്നത്. യേശു ഹൃദയത്തിൽ ജനിച്ച് ആ ക്രിസ്തു നമ്മളിൽ വളർന്ന, എന്ന് പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ, അവനോട് സദസ്യനായിട്ടിരുന്ന ഒരു മനുഷ്യൻ അകത്ത് വളരുന്നുണ്ട്. അത് പുറത്തെ അറിയത്തില്ല. അത് ഈ കൂടാരം പൊളിയുമ്പോഴാണ് വെളിപ്പെടുന്നത്. അതേക്കുറിച്ച് നമുക്കറിയാം. കുടത്തിനകത്ത് പന്തവുമായിട്ട് പോയ ഗിദെയോനെ പോലുള്ളവരെ അറിയാമല്ലോ. അവര് ആ കുടം ഉടച്ച്, ആ സമയത്ത് കാഹളമിട്ടപ്പോൾ കുടം ഉടച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പന്തം വെളിപ്പെട്ടത്. ഗിദെയോൻ കൂട്ടരുള്ളത് അവിടെ എന്ത് ചെയ്തു? ഗിദെയോനും യഹോവയ്ക്കും ഗിദെയോനും നാർത്തപ്പോൾ അവിടെ അവർ ജയിക്കാനായിട്ട് യുദ്ധം ചെയ്തു. അപ്പൊ ഇതുപോലെ ഒരു ദിവസം നാമും ആർക്കാനുള്ളത്, നമ്മുടെ അകത്ത് ഒരു വെളിച്ചം കത്തി പ്രകാശിക്കുന്നുണ്ട്. അത് പുറത്തെ ഈ മൺകൂടാരത്തിന്റെ അകത്ത് വെച്ചിരിക്കുക. നമുക്കറിയാം, പലരുടെയും പല സ്ഥലങ്ങളിലും ഉത്സവങ്ങളോട് ബന്ധത്തിലും എല്ലാ കാര്യത്തിലും ഒരു ലൈറ്റാണ് പ്രധാനമായിട്ടുള്ളത്. അവര് ലൈറ്റുകൾ കത്തിച്ചാണ് അവരാക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ, ഞാൻ ഇട്ട വചനം അതാണ്, ഞാൻ വിചാരിക്കുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ അന്ധകാരത്തെ നീ വെളിച്ചമാക്കും. അപ്പൊ നമ്മുടെ അകത്തെ ആത്മാവാകുന്ന വിളക്കിനെ കത്തിച്ച് ഉണർത്തിയത് കൊണ്ടാണ് നാം പുറമെ ലൈറ്റൊന്നും ഇടാത്തത്, പുറമെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാത്തത്, പുറമെ നമുക്കൊന്നും ഇല്ലാത്തത്. ഡെക്കറേറ്റ് ചെയ്യേണ്ടത് ദൈവമക്കളെ നമ്മുടെ അകത്താ നമ്മൾ ചെയ്യേണ്ടത്. ഈ വെളിച്ചം കൂടി വരണം, അല്ലേ? ഇങ്ങനെയല്ലേ? ഏറ്റവും കൂടുതൽ ഡെക്കറേഷനുള്ള ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് സന്തോഷം എല്ലാവർക്കും, അല്ലെ? എത്രമാത്രം ലൈറ്റ് ഇടുന്നോ, ചെറിയ ലൈറ്റ് വെക്കുന്ന പോലെയാണോ? അല്ല, എല്ലാവരും കാണാൻ വേണ്ടി ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ അവരത് അതിൻ്റെ ആ രീതി അനുസരിച്ച് അവരത് ചെയ്തുകൊണ്ടിരിക്കുക. അവരെത്രമാത്രം ലൈറ്റ് ഇടാമോ അത്ര ഇട്ട് എല്ലാവരെയും കാണിക്കുകയാണ്. അത് അവർക്ക് ഒരു ആഗ്രഹമാണ്, വെളിച്ചം വേണം, വെളിച്ചമാണെന്നുള്ളത്. എന്നാൽ യഥാർത്ഥമായ ദൈവമക്കളുടെ ഉള്ളിലാണ് നമ്മളുടെ ആ വെളിച്ചമുണ്ട്. നാം എത്രമാത്രം വെളിച്ചം പ്രകാശിപ്പിക്കുമോ അത്രമാത്രം നാം വിലയുള്ളവരും മാന്യതയുള്ളവരും ശ്രേഷ്ഠന്മാരുമാണ്. അതുകൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ ആത്മാവാം ദൈവം നമ്മളെ പ്രകാശിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നമ്മെ പ്രകാശിപ്പിക്കുന്നു. പുറമേയുള്ള ലോകം മുഴുവനും അവരവരുടേതായിട്ടുള്ള ആഗ്രഹത്തിൽ, കാഴ്ചപ്പാടിൽ ഇരുൾ മാറ്റാൻ വേണ്ടി വെളിച്ചം കത്തിക്കുമ്പോൾ, അവർ പലതും ചെയ്യുമ്പോൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പരിജ്ഞാനപ്രകാരമുള്ള കൃപയാ തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ പുറമേ അല്ല, ഈ ടാബർനക്കിന് ഉള്ളിൽ, നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തിനുള്ളിൽ ക്രിസ്തുവാകുന്ന പുതുമനുഷ്യനെ നമ്മൾ ജനിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അകത്തെ മനുഷ്യൻ ശോഭിതനായി തീരണം, ക്രിസ്തുവിനോട് സദൃശനായി തീരണം. അതിനുവേണ്ടിയാണ് ഇത്രമാത്രം വചനവും ആത്മാവിനും നമുക്ക് നൽകുന്നത്, അല്ലേ? വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഉളവാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സൃഷ്ടി, സൂര്യചന്ദ്രൻ എല്ലാം ഉണ്ടായതാ. പക്ഷേ എന്നും നമ്മൾ വചനം കേൾക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഈ സകല സൃഷ്ടികളെക്കാളും ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ദൈവത്തോട് നമ്മെ സദൃശന്മാരാക്കി തീർക്കാൻ വേണ്ടിയ വചനം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് വചന കേൾവിയും വചന പഠനവും അതൊരു ബുദ്ധിമുട്ടായി തീരരുത്.
കിട്ടുന്ന സമയങ്ങളെല്ലാം ദൈവജനം വായിച്ച് പഠിച്ചോണം, കർത്താവിന്റെ വചനത്തെ ധ്യാനിച്ചോണം. അത് നമ്മൾ പ്രാപിക്കും തോറും നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ശക്തി പ്രാപിക്കും, ബലം പ്രാപിക്കും. ഞാൻ പറഞ്ഞല്ലോ, അകത്ത് പ്രകാശം വർദ്ധിക്കാൻ തുടങ്ങും, നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാൻ തുടങ്ങും, നമ്മുടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ളതായിട്ട് ശക്തി അകത്ത് തരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഗദയോനും കൂട്ടരും കൂടി പോയപ്പോൾ കുടത്തിന്റെ അകത്ത് അവർ പന്തം കൊണ്ടുപോയിരുന്നു. സമയം വന്നപ്പോൾ ഉടച്ചതുപോലെ കർത്താവിന്റെ വരവെങ്കിൽ ഈ കൂടാരം നമുക്ക് എന്ത് ചെയ്യും? അത് തകർക്കപ്പെടും, വെളിച്ചം പ്രത്യക്ഷപ്പെടും. അന്ന് ജയഭേരി മുഴക്കിക്കൊണ്ട് ജയാളികൾ സ്വർഗാസ്വർഗത്തിലേക്ക് പോകും. മരിച്ചു കഴിഞ്ഞാൽ ഈ കൂടാരം ഇവിടെ അലിഞ്ഞു ചേരും. എന്നാൽ യേശു കർത്താവിന്റെ വരവിൽ പുനരുത്ഥാനത്തിൽ ആ തേജസ്സുള്ള ഒരു ശരീരത്തോടു കൂടി എഴുന്നേൽക്കും. അങ്ങനെ തേജസ്സും രൂപാന്തരവും പ്രാപിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ എടുക്കുമ്പോൾ കർത്താവ് പറയും, അത് ആർക്കും അറിയത്തില്ല, അത് കള്ളനെ പോലെയാണ് വരുന്നത്, എന്നാണെന്ന് അറിയത്തില്ല. ആരെങ്കിലും ഡേറ്റോ കാര്യങ്ങളോ സമയമോ പറഞ്ഞാൽ വിശ്വസിക്കരുത്, അംഗീകരിക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ദിവസം ഡേറ്റ് പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. ആരെങ്കിലും ഡേറ്റ് വെച്ച് പറഞ്ഞാൽ അത് കള്ളപ്രവചനമാണ്. കാരണം ഇപ്പൊ ഇന്ത്യയിലെ സമയം അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ സമയം എനിക്കറിയാം 9 മണി 18 മിനിറ്റ് ആയി. അപ്പൊ യേശു കർത്താവ് വരുന്ന 9 മണി 18 മിനിറ്റ് ആകുന്ന ഞാൻ പറയാം. അപ്പൊ നാളെ കർത്താവ് 9:15 വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ തെറ്റാ. ഈ 9 മണി 15 എന്നുള്ള ഇവിടെ 9 മണി 15 ആണെങ്കിൽ അമേരിക്കയിലൊക്കെ ദിവസം, കാനഡയിലൊക്കെ സമയം എത്രയാ? മറ്റുള്ള സ്ഥലങ്ങൾക്ക് സമയ വ്യത്യാസമില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു സമയം ആർക്കും പറയാൻ കഴിയത്തില്ല. ആർക്കും ഒരു സമയമോ ദിവസമോ പറയാൻ കഴിയത്തില്ല. അതിന് വ്യത്യസ്തമുണ്ടാവും. ലോകപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം പറയാം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പ്രത്യേകമായിട്ടുള്ള സമയം തരാം. പഴയ നിയമത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന സമയം, പഴയ നിയമത്തിൽ ആബി മാസം 14-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിവസവും മാസവും ആണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ ഇല്ലാത്തതിന് കാരണം പഴയ നിയമം എന്നുള്ളത് ഇസ്രായേൽ എന്നുള്ളത് ഒരു 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 പ്രത്യേക ഒരു സ്ഥലത്ത് വസിക്കുന്നവരെ കുറിച്ചുള്ള നിയമമാണ് കർത്താവ് കൊടുത്തിരുന്നത്. അവർക്കൊരു പ്രത്യേക ദിവസം ആബി മാസം 14-ാം തീയതി ആചരിക്കാമായിരുന്നു. പക്ഷേ ആഗോള സഭയ്ക്ക് അങ്ങനെ ഒരു ദിവസം പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നേരം വെളുക്കുമ്പോൾ മറുഭാഗത്ത് രാത്രിയാണ്. അപ്പൊ അതുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് ദിവസങ്ങളോ മാസങ്ങളോ കാലങ്ങളോ ഒന്നും പറയാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ദിവസം പറയാൻ പറ്റത്തില്ല, എല്ലാവരും കൂടി ഇന്ന സമയത്ത് കൂടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ആബി മാസം 14-ാം തീയതി വൈകിട്ട് ഇത്ര മണിക്ക് കൂടി എന്ന് പറഞ്ഞ് പ്രസവ ആചരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആഗോള സഭയ്ക്ക് പറയാൻ പറ്റും എല്ലാവരും ഇന്ന സമയത്ത് കർത്തവ്യം ചൂടാൻ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ആഗോള സഭ ലോകപരമായിട്ടുള്ളത് കൊണ്ട് വ്യത്യസ്തമുള്ളതാണ്. സഭയ്ക്കകത്ത് സമയമില്ലാതെ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. ഇതിനു മുമ്പ് കർത്താവ് അതിനു മുമ്പുള്ള ദിവസത്തെക്കുറിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ദിവസം അറിയാൻ പറ്റുമോ? യേശു ജനിച്ച ദിവസത്തെക്കുറിച്ച് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണോ? അറിയാം. ഞാൻ പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള ദിവസം എഴുതിയിട്ടില്ലേ? കൂടാര പെരുന്നാളിനെ കുറിച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദിവസം പറഞ്ഞിട്ടില്ല, ഉണ്ടല്ലോ. അതിനുശേഷമല്ലേ പുതിയ നിയമം എഴുതി. എന്തുകൊണ്ട് എഴുതാതിരുന്നത്? യേശു ജനിച്ച ദിവസം എന്തുകൊണ്ട് എഴുതാതിരുന്നത്? യേശു മരിച്ച് അടക്കപ്പെടുന്ന ദിവസം എന്തുകൊണ്ട് എഴുതാതിരുന്നത്? കാരണം അത് ആഴവളപരമായിട്ടുള്ളത് കൊണ്ട് ദിവസവും സമയവും ഒന്നും കൃത്യമാകാത്തതുകൊണ്ടാണ് എഴുതാതിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ടാണ് നമ്മൾ ആചരിക്കേണ്ടത് ആവശ്യമില്ല എന്ന് പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക്. അതുകൊണ്ടാണ് ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും നമ്മൾ ആചരിക്കാത്തത്. ഇവിടെ ഒരാൾ ഞായറാഴ്ച ഉപവാസം ഞങ്ങൾ പുനരുത്ഥാന ദിവസം ആരാധിക്കുക എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ശനിയാഴ്ച ആയിട്ടുള്ളതേ, ശനിയാഴ്ച ആയിട്ടുള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? അതുകൊണ്ട് ദിവസത്തെക്കുറിച്ച് നമ്മൾ പറയണ്ട. ഇപ്പൊ വെള്ളിയാഴ്ച ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ഉപവസിക്കുന്നു. ഓക്കെ, വെള്ളിയാഴ്ച ഇവിടെയാ വെള്ളിയാഴ്ച, എല്ലായിടത്തും വെള്ളിയാഴ്ച ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പുതിയ നിയമസഭയ്ക്ക് ദിവസങ്ങളും മാസങ്ങളും ഉള്ള ആചാര സിസ്റ്റം ഇല്ലാത്തത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോഴും ഏത് സമയം എപ്പോഴാണെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. കാരണം ആ പ്രവചനം കള്ളപ്രവചനമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നനയാത്ത നാഴികയിൽ കർത്താവ് പറയുകയാണ്, ഞാൻ വരും, ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയ സഭയുള്ളതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഏത് സഭയിൽ പോകുന്ന ലോക്കൽ സഭയിലെ അംഗങ്ങളാണെങ്കിലും, അത് ഏത് സ്ഥലത്തുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ലോക്കൽ സഭയുടെ ഒരു മെമ്പർ ആണെങ്കിൽ, കർത്താവിന് വേണ്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാ പറയുകയാണ്, അതെ, ഈ കർത്താവ് ഏത് നാഴികയ്ക്കും വരാം, എപ്പോൾ വേണമെങ്കിലും കർത്താവ് വരാം. കർത്താവിന്റെ ശബ്ദം കാഹളം ധ്വനിക്കാം. ആ ധ്വനിക്കുന്ന സമയത്ത് കർത്താവാണ് അന്നേരം ഉണർത്തിയിട്ടൊന്നും ദൈവം കൊണ്ടുപോകത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഈ 10 കന്യകമാരോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റെന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന വിഷയമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കണമേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്നേരം അവർ വിളക്ക് എണ്ണയെടുക്കാൻ കർത്താവ് വരുന്ന നാഴികയും യാമൊക്കെ അവിടെ പറഞ്ഞവർ വരുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഉണർത്താനൊക്കെ, ഇവിടെ ഉണർത്തുമൊന്നുമില്ല. ഞൊടിയടയ്ക്കുള്ളിൽ കർത്താവ് വന്ന് തന്റെ സഭയെ ചേർക്കും. അത് കള്ളനെ പോലെ വരും. ഈ ലോകത്തിലെ ദൈവമോ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളോ ആർക്കും അറിയത്തില്ല. ഒരുപക്ഷെ ജയിലിൽ പിടിച്ചിട്ടിരിക്കാം.
ഇന്ന് രാത്രിയിലും ദൈവമക്കളെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലുകളിൽ അടച്ചിട്ടിരിക്കാം. എന്നാൽ എൻ്റെ കർത്താവിന്റെ കകളൊന്ന് എനിക്കുകയാണെങ്കിൽ അവർക്ക് അവിടുത്തെ ആ അവിടെയൊന്ന് കിടക്കാൻ കഴിയത്തില്ല. അവരെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുവാൻ സർവശക്തി കഴിയും. ഇവിടുത്തെ ഒരു സാമ്രാജ്യത്വ ശക്തികൾക്കോ ഇവിടെയുള്ള ശക്തികൾക്കും ദൈവസഭയുടെ രൂപാന്തരത്തെ, ദൈവസഭയുടെ എടുക്കപ്പെടലിനെ അത് തടയാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കള്ളനെ പോലെ എവിടെ കിടന്നാലും, ആശുപത്രി കിടക്കെ കിടന്നാലും, ജയിലിൽ കിടന്നാലും, ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വരാൻ വേണ്ടി കരുതപ്പെടുന്ന നമ്മൾ എവിടെ കിടന്നാലും എന്ന് പറഞ്ഞാൽ ഇവിടെ ചലിക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അനങ്ങാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടി അവരുടെ രക്തത്തിന്റെ ശക്തിയാൽ തളിക്കപ്പെട്ട് പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവന്റെ തളർച്ച പുറമെയുള്ള മനുഷ്യൻ മാറി രൂപാന്തരപ്പെട്ട് പുതുക്കപ്പെടുന്ന ഒരു ശരീരം പ്രാപിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എത്ര ശക്തിയുള്ളൊരു മനുഷ്യനാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ചിട്ടില്ല എങ്കിൽ രൂപാന്തരപ്പെടുവാൻ കഴിയത്തില്ല എന്നുള്ളതും ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണമേ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ പേര് വരുമെന്ന് നീ അറിയിക്കാൻ. ഞാൻ പറഞ്ഞ ഒരു ഒറ്റ വചനം എടുത്ത് അത് പറഞ്ഞു പോകണമെങ്കിൽ എല്ലാം കൂടെ പറയാൻ പറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ വരും, നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ട്. പക്ഷെ ഇത് പറഞ്ഞു പോകുന്നത് ഈ മലാഖയുടെ പ്രവചനമൊക്കെ വായിക്കാൻ വേണ്ടി ഒരു പ്രചോദനം നൽകുകയാണ്. എന്താണ് പഴയ നിയമം എന്നുള്ളത്? പഴയ നിയമം വായിക്കാതിരിക്കരുത്. എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ചൂട് പോലെ കത്തുന്ന ദിവസം, ഉണ്ടാക്കാനുള്ള ദിവസം, വലുതും ഭയങ്കരമായ ദിവസം, ഇതൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നെങ്കിൽ അതിന്റെ തുടർച്ചയാണ് പുതിയ നിയമം. അവിടെ കൊണ്ട് നിർത്തിയില്ല. സൃഷ്ടി കൊണ്ട്, മനുഷ്യന്റെ സൃഷ്ടി കൊണ്ട് 7 ദിവസം കൊണ്ട് നിർത്തിയില്ല. അന്ന് 6-ാം ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം സ്വസ്ഥത ഇട്ടതിന്റെ കാരണമൊക്കെ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കുമ്പോൾ കർത്താവ് ആ സ്വസ്ഥതയെ ഭഞ്ജിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? 7-ാം ദിവസം ഭൂമിക്കുള്ളിലിരുന്നു, അവൻ കല്ലറയ്ക്കുള്ളിലിരുന്നു. അതിനുശേഷം തുടങ്ങിയ പുതിയ യുഗം, പുതിയ നിയമം, പുതിയ യുഗത്തിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന രാത്രിത്തെ പേര് വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവിന്റെ പറഞ്ഞൊന്നും വള്ളിപ്പുള്ളി പോലും തെറ്റാതെ നിർവഹിക്കപ്പെടും. ഇതെല്ലാം സംഭവിക്കാതെ ഈ ആകാശം ഭൂമി കത്തി എഴിയത്തില്ല കേട്ടോ. ഇവിടെ എത്ര ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയാലും, ഇവിടെ ആരെല്ലാം എന്തെല്ലാം ചുട്ടഴിക്കാൻ വേണ്ടി സംഭവം ഉണ്ടാക്കിയാലും ഈ ഭൂമി ആകാശം ചുട്ടഴിക്കാൻ ആരെ കൊണ്ട് എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇത്രയുണ്ട്, ഞങ്ങൾ വേണം ചുട്ടഴിക്കാന്നൊക്കെ പറഞ്ഞ് നടക്കത്തില്ല. അത് നടക്കത്തില്ല. ഇത് ദൈവത്തിന്റെ വചനം കൊണ്ട് മാത്രമേ ആകാശം ഭൂമി ചുട്ടഴിയപ്പെടുകയുള്ളൂ. അത് ഒടുക്കത്തെ നാളില. ഇവിടെ അതുവരെയും ഈ ഭൂമിയും ആകാശം നിലനിന്നിരിക്കും. ഇവിടെ ഉണ്ടായിരിക്കും, സമുദ്രം ഉണ്ടായിരിക്കും, ആകാശം വെളിപ്പടി വരില്ല. ഞങ്ങൾ യുറേനിയം ബോംബുണ്ട്, പ്ലൂട്ടോണിയം ബോംബുണ്ട്, ഇതെല്ലാം കൂടി ഭൂമിയെ 5 പ്രാവശ്യം കത്തിച്ച് കളയാന്ന് പറഞ്ഞാലും ഒരു ബോംബും കത്തത്തില്ല, പൊട്ടത്തില്ല. കർത്താവിന്റെ സമയത്ത് മാത്രമേ ഈ ആകാശം ഭൂമി ഒടുക്കത്തെ നാളിലെ കത്തി അഴിയപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, ഇതൊരു നാശമുണ്ട്, കത്തി അഴിയപ്പെടും. അതേക്കുറിച്ച് ബൈബിളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്നായിരിക്കും ഇത് കത്തി അഴിയപ്പെടുന്നത്. അതുവരെയും ഇതിനെ കത്തി അഴിപ്പിക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ല. ലോകരാഷ്ട്രങ്ങളിൽ നിങ്ങൾ എത്ര ബോംബ് ഉണ്ടാക്കി വെച്ചാലും, എത്ര ശക്തിയുടെ ബോംബ് ഉണ്ടാക്കി വെച്ചാലും എവിടെയെങ്കിലുമൊക്കെ ചില സ്ഥലം കഴിയും. പക്ഷേ ഭൂലോകത്തെ ഒന്നടങ്കമായി സമുദ്രത്തെ മുഴുവൻ വറ്റിച്ചു കളയുന്ന, ഒന്നുമില്ലാതാക്കിയത് ശൂന്യതയിലേക്ക് ഇതിനെ എടുത്തു കളയുന്ന ഒരു ദിവസം വരും. അത് ഇത് ശൂന്യത ഉളവാക്കിയ വെള്ളത്തിന് ഉളവാക്കി ഭൂമി, ആകാശത്തെ ഭൂമിയും അതിനെ വചനം കൊണ്ട് ഉളവാക്കിയെങ്കിൽ അതിനെ വചനം കൊണ്ട് തന്നെ ഇല്ലാതാക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതൊക്കെ നമ്മൾ അവനോടുകൂടെ കാണാൻ പോകുന്നതാ കേട്ടോ. നമ്മൾ അവനോടുകൂടെ കാണും, അവനോടുകൂടെ ചേരും. അന്ന് ദൈവത്തോടു കൂടെ ഞാനും നിങ്ങളും ജയാളികളായി അവനോട് കൂടി ഉണ്ടാകും. എത്ര സന്തോഷമായിരിക്കണം അല്ലേ? എന്നാലോചിച്ച് നോക്ക്. കർത്താവിനോടുകൂടെ അവനോടുകൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ആണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനുള്ളതാ. കഥകളല്ല, ഇത് സംഭവിക്കേണ്ടതാണ്. മറുഭാഗത്ത് നിത്യനരകാഗ്നി കൊണ്ട് ശരിയായിട്ടില്ല എങ്കിൽ നിത്യനരകാഗ്നി പോകേണ്ടതായിട്ട് വരും. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് കഥ പറയുന്നത്, ഞാൻ കള്ളനെ പോലെ ഒരു നീ ഉറങ്ങിയിരുന്നാൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഇതിലേക്ക് വേഗത്തിൽ ഒന്നുകൂടി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഈ സമയം പോയതുകൊണ്ട് നിർത്തണമല്ലോ. കാരണം നമുക്ക് രാത്രി മുഴുവൻ വേണം സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പരിമിതികളുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. കാരണം ദൈവജനത്തിന്റെ ആഴങ്ങളും അതിന്റെ പരപ്പുകളും അത് ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമെന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര പ്രസംഗിച്ചാലും തീരാത്ത വിധത്തിൽ ഈ വചനങ്ങളെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് ചുരുൾ അഴിഞ്ഞഴിഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ആ ചുരുളുകൾ അഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കർത്താവ് അവരോട് കൽപ്പിച്ചുള്ളൂ. കർത്താവിന്റെ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങളിലൂടെ സഭയെ ഇത് അറിയിച്ചിട്ടുമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തൊക്കെ ഓർത്തോണം പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും തെസ്സലോനിക്ക ലേഖനത്തിൽ ഒന്നും എഴുതിയതൊന്നും അത് വെറുതെ എഴുതിയില്ല. അതുകൊണ്ടാണ് 1 Thessalonians 5-ാം അധ്യായം 16-8 വായിച്ചു. സഹോദരന്മാരെ, കാലങ്ങളെ സമയം കുറിച്ച് നിങ്ങളെ അഴിയറി ആവശ്യമില്ല, കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവ് നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ
ഗർഭിണിക്ക് പ്രസവന വരും പോലെ ഇത് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരനെ കുറിച്ചുള്ള കാര്യത്തെ പറഞ്ഞിരിക്കുന്നത്. ആ നാൾ കളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ ഞങ്ങൾ ഇട്ടുള്ള പോലെ ഞങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കുള്ളതല്ല സുബോധമായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആത്മീയതയിലെ ഉറക്കവും സുബോധമില്ലായ്മയും ശത്രുവിനാൽ വശീക്കപ്പെടുന്നവർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മളെ ഉറക്കിക്കളയാം, നമ്മളെ സുബോധമില്ലാതാക്കി കളയാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താ പറഞ്ഞറിയാമോ? നമ്മളെ എപ്പോഴും സുബോധമുള്ളവരാക്കുന്നതാണ്. സുബോധം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുക, ട്രെയിൻ വരുന്ന സമയവും അതിന്റെ കോച്ച് നമ്പറും പൊസിഷനും ഒന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ട്രെയിൻ വന്നിട്ട് പോകും. അപ്പം നമ്മൾ വളരെ കാത്തല്ലേ ഇരിക്കുന്നത്, എപ്പോഴാ ട്രെയിൻ വരുന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി. നമ്മളെ ഉണർത്താൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് സുബോധത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്നത് ഏത് രാത്രി എപ്പോൾ എവിടെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ശത്രുവിനാൽ വശീകരിക്കപ്പെടുന്നവർക്ക് ബോധം നഷ്ടപ്പെട്ടു പോകും. കർത്താൻ രണ്ടാമത്തെ പ്രത്യക്ഷയോട് അടുക്കും തോറും അത് അധികമധികമായി വരും. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഉറക്കത്തിന്റെ നിദ്രയുടെ സംഗതി കൂടിക്കൂടി വരിക. ഉണർവ് കുറഞ്ഞു പോകുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് സജീവമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അനുഗ്രഹമായ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ മാത്രമല്ല, ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ പല ഭാഷകളിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശത്തിനനുസരിച്ച് ദൈവത്തിന്റെ വചനം പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുക, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുക, മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഉണർവിലേക്ക് നയിച്ച് ഇന്ന് ഈ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്നു. അതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന് തെറ്റുവഴിയുവാൻ കഴിയുള്ളൂ എന്ന മുന്നറിയിപ്പാണ്. കള്ളനെ പോലെ വരുന്ന സംഭവിക്കാൻ 3 പ്രത്യക്ഷത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഇനി ദീർഘിപ്പിക്കാൻ. കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷത വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 3-ാം ഭാഗം ചിന്തിച്ചനുസരിച്ച് കള്ളനെ പോലെ ആയിരിക്കും വരുന്നത്. അത് നമ്മളോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മഹത്വ പ്രത്യക്ഷത എന്നുള്ളതും വെളിപ്പാട് ദിവസം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കർത്താൻ രണ്ടാമത്തെ വരനെ കുറിച്ച് ബന്ധത്തെ മനസ്സിലാക്കിയിരുന്നു. മൂന്നാമത്തത് ഒടുക്കത്തെ നാളിന്റെ പ്രത്യക്ഷതയാണ്. കർത്താവ് ഇവിടെ ഭൂമിയിലുണ്ട്, നമ്മളിവിടെ കാണും. ഒടുക്കത്തെ നാൾ വരുന്ന സമയം 1000 ആണ്ടുവാഴ്ച കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴാണ്. എന്നാൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. അതിനുശേഷമാണ് ഗോഗ് മാഹോഗ് യുദ്ധമുണ്ടാകുന്നത്. അതോടുകൂടി ഒടുക്കത്തെ നാളിന്റെ പ്രത്യക്ഷത ഉണ്ടാകുവാൻ ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ പ്രതിഫലമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സദസ്സഭയോട് ദൂത് ഞാൻ വേഗത്തെ അവസാനിപ്പിക്കാം. പ്രതിഫലമായി പറഞ്ഞിരിക്കുന്നത് 4-5 വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. നമുക്കറിയാം, മുമ്പ് ദൂത് പറയുമ്പോൾ എങ്കിലും അവിടെ ബെലയാമിന്റെ ഉപദേശം അറിയാത്തവർ, അല്ലെങ്കിൽ സാത്താന്റെ ആഴങ്ങൾ അറിയാത്തവർ അവിടെ ചിലരുണ്ട്. അപ്പൊ ദൈവത്തിന് അറിയാം ആരൊക്കെയാണ് ശരിയായ രീതിയിൽ നിൽക്കുന്നുള്ളത്. നമുക്ക് ദൈവത്തെ വഞ്ചിക്കാൻ പറ്റത്തില്ല. ആരൊക്കെ ഉണ്ടെന്നുള്ളത് കഥ പറയാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസ് നിനക്കൊണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഇത് പറയാണ്, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അപ്പോൾ ജയിക്കുന്നവർക്ക് വെള്ളയുടുപ്പ് കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യം പറയാം, അവർ യോഗ്യന്മാരായ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും. ഇപ്പൊ നമ്മള് ഉടുപ്പ് മലിനമാകാതെ നാം അനുദിനം കുഞ്ഞാടിന്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച് ഈ ഉടുപ്പ് മലിനമാകാതിരുന്നു കഴിഞ്ഞാൽ കഥ പറയാണ്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഇത് കേട്ടിട്ട് ഏതെങ്കിലും ദശയിൽ പോയി ഒരു 2 മീറ്റർ തുണി വെള്ള ഉടുപ്പ് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ വെള്ള സാരി വാങ്ങിച്ച് ഉടുത്തുകൊണ്ട് നടന്നാൽ പോകത്തില്ല. അത് ഉടുത്തോ കുഴപ്പമൊന്നുമില്ല, അതിന് ഞാൻ എതിരല്ല. നിങ്ങൾ ഏത് ഡ്രസ്സ് ഇടുന്നതിനും നല്ല കാര്യം. ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ വെള്ള ഡ്രസ്സ് ധരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിശുദ്ധിയോടെ വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിനെക്കുറിച്ച് അല്ല പറയുന്നത്. അപ്പോൾ ഇത് വായിച്ചിട്ട് ഉടനെ പോയി ഒരു 2 മീറ്റർ തുണി വാങ്ങിച്ചിട്ട് ഒരാളോട് ഞാനൊരു സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പയ്യൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത്, അതിനെന്താ, ഞങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ വെള്ളം ധരിപ്പിച്ചാൽ കിടത്തുന്നത്, വെള്ളം ധരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പാവമെല്ലാം മാറിയത്. ഇതാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് മരിച്ചുപോയ ഭാവിയായൊരു മനുഷ്യനെ വെള്ളവസ്ത്രം ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപം മാറത്തില്ല. അവർ ധരിച്ചു വെക്കുന്നതാണ് വെള്ളവസ്ത്രം ധരിച്ചാൽ മാറുമെന്ന. നീ എത്ര വെള്ളവസ്ത്രം ധരിപ്പിച്ചാലും മനുഷ്യന്റെ അകത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ഞാൻ വിചാരിച്ചു എത്ര ബോഷത്വമാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോ, ഒരു മനുഷ്യന്റെ പാപം നിറഞ്ഞ മനുഷ്യനെ മരിച്ചു കഴിയുമ്പോൾ അവനെ കുളിപ്പിച്ച് വെള്ളവസ്ത്രം ധരിപ്പിച്ചാൽ അവന്റെ പാപം മാറുമോ? ഇല്ല, അത് നടക്കത്തില്ല. ജീവനോടിരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്,
അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ഹാനോക്ക് ആ കാലഘട്ടത്തിൽ നടന്നു. അതുകൊണ്ട് അവൻ 7-ാം തലമുറക്കാരനായിരിക്കുന്ന ഹാനോക്ക് ലോകാവസാനത്തിന് മുമ്പായി എന്ന് പറഞ്ഞാൽ അന്നത്തെ വെള്ളപ്പൊക്കമുണ്ടാകുന്ന നോയുടെ കാലത്തെ ആ പുരാതന ലോകം അവസാനിക്കുന്നതിന് മുമ്പായി കൂടെ നടന്നവനെ കർത്താവ് എടുത്തു കൊണ്ടതിനാൽ മരണം കാണാൻ എടുക്കപ്പെട്ടു. അത് വെളിപ്പെടുത്തിയിരിക്കുന്നതിനുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ ലോകത്തിന് വരാൻ പോകുന്ന വലുതും ഭയങ്കരമായ ദിവസം വരാൻ പോകുക, വലിയ പ്രശ്നങ്ങളും വലിയ കാര്യങ്ങൾ വരാൻ പോകുക. എന്നാൽ ഹാനോക്കിനെ പോലെ 7-ാം തലമുറക്കാരായിരിക്കുന്ന ലവോദിക്ക സഭയുള്ള ബന്ധത്തിലാണ് ആ ദൂത് പറയേണ്ടതെങ്കിലും ഇവിടെ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. കഥ പറഞ്ഞു, നിന്റെ കുറെ ആൾക്കാരുണ്ട്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കുക. അത് വെള്ളവസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അത് ഈ പറയുന്ന വെള്ളവസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, ഒരു അർത്ഥം മീനിങ് ഒരിക്കലും നമ്മൾ പാപം ചെയ്തിട്ട് വെള്ളവസ്ത്രം ധരിച്ചാൽ നമുക്ക് അത് പ്രയോജനമില്ല. എന്നാൽ വിശുദ്ധീകരണത്തിന് വേണ്ടി നാം ജീവിക്കുക. പിന്നെ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കാം. ആരാധനയ്ക്കൊക്കെ പോകുമ്പോൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് പോകുന്നതാണ് നല്ലത്. ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ പക്ഷേ ഇതൊരു നിയമമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടില്ല. ഈ വചനം വായിച്ചുകൊണ്ടായിരിക്കാം ചിലത് ചെയ്യുന്നത്. അതിനോട് അവരും അത് അത്രക്കെട്ട് എനിക്കതിന് കോൺട്രാക്ഷൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ താല്പര്യം ചെയ്യും. ഞാനത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. നിങ്ങളുടെ വസ്ത്രദാനത്തോടുള്ള ബന്ധത്തിലല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെള്ള എന്ന് പറയുന്ന വിശുദ്ധിയെ കാണിച്ചിരിക്കുന്നത്. അവർ ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റ് പറയും. ഇതേവനുസരിച്ച് ഞാൻ ജീവപുസ്തകം എന്നൊരു പുസ്തകം എഴുതുന്നുണ്ട്. കാരണം ഈ ഏറ്റവും അധികമായി അറിയപ്പെടേണ്ട ഒരു പുസ്തകമാണ് ജീവപുസ്തകം. ലോകത്തെ അനവധി പുസ്തകങ്ങളുണ്ട്, എന്നാൽ പലർക്കും അറിയാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് ജീവപുസ്തകം. അതെനിക്ക് ആവശ്യമാണെന്ന് ഒരു ചർച്ചിൽ പോയി സംസാരിച്ച ശേഷം എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യകത ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് ജീവപുസ്തകം എന്നുള്ള വിഷയം എന്താണെന്നുള്ളത് പലർക്കും അറിയാം. പക്ഷേ അറിയാമെങ്കിലും ഒരു അത് സംബന്ധമായിട്ടൊരു പുസ്തകം, ഒരു ചെറിയൊരു ബുക്ക്, ഹാൻഡ് ബുക്ക് ഉണ്ടാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഒരു ആത്മപ്രേരണയ്ക്കുള്ളതുകൊണ്ട് അതിൻ്റെ വർക്കിലെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. പ്രാർത്ഥിക്കുക, കാരണം അതൊരു ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവപുസ്തകത്തിൽ പേർ മായ്ച്ചു കളയത്തില്ല എന്ന് പറഞ്ഞാണ്. യോഗ്യത അല്ലാതായി കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു യോഗ്യനല്ലെങ്കിൽ കർത്താവ് പേര് മായ്ച്ചു കളയും. പാപം ചെയ്യുന്നൊരു പേര് ദൈവം മായ്ച്ചു കളയും. രാത്രിയിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ പേര് കർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ യോഗ്യന്മാരായി ജീവിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടത്, നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ പേര് കർത്താവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പറയുന്നത് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും എൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റുപറയും. അപ്പോൾ ഈ നമ്മെ ഇവിടെ ആരും അറിയത്തില്ലായിരിക്കാം, പക്ഷേ ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ പേര് സ്വർഗത്തിൽ ഏറ്റുപറയുന്നുണ്ട്. നമുക്കെതിരെ പോരാട്ടം ഉണ്ടാകുമ്പോൾ, വിഷയം ഉണ്ടാകുമ്പോൾ എൻ്റെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറയുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്, അവർ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പറയുന്നത്, ഞാൻ അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അവിടെ പറയുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ തിരുരക്തം. അവന്റെ ശബ്ദം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ജീവൻ ഇന്ന് സംസാരിക്കുക. ജീവപുസ്തകത്തിൽ പേരുള്ളവന്റെ പേര് ദൈവം പറഞ്ഞുകൊണ്ട് ഇന്ന് ശത്രു ഇത്രമാത്രം പ്രബലപ്പെട്ടപ്പോൾ, പലതും ചെയ്തപ്പോഴും പേര് മായ്ച്ചു കളയാതെ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളുടെ പേര് ഇന്നുമുണ്ട്, ഇന്നും ഇനി എഴുതപ്പെടുന്നു എന്ന് കണ്ടുകൊണ്ട് സ്വർഗം സന്തോഷിക്കുന്നതിനായി രാത്രി കലമുയർത്തി സ്തോത്രം ചെയ്യാം. നമ്മുടെ പേര് സ്വർഗത്തിൽ ഏറ്റുപറയുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പറയുക, അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. നമ്മുടെ പേര് ഇവിടെ ആരും പറഞ്ഞില്ലെങ്കിലും സ്വർഗത്തിൽ പറയുന്ന ആ സമയം ഉണ്ടായിരിക്കണം. സ്വർഗത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. നാം യേശുവിനെ ഇവിടെ ഏറ്റുപറയാമെങ്കിൽ, ക്രിസ്തുവിനെ നാം വഹിക്കാമെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കാമെങ്കിൽ, കഥ പറഞ്ഞു, അങ്ങനെയുള്ളവന്റെ പേര് എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നത്. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ പേര് ഏറ്റുപറഞ്ഞ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ എല്ലാം പേര് ഒരുമിച്ച് ഉച്ചരിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ പേര് എനിക്ക് ഒരുമിച്ച് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഓരോന്നോരോന്നേ പറയാൻ പറ്റുള്ളൂ. ദാനിയേൽ ഭാഷ അങ്ങനെ ഓരോരുടെ പേര് എടുത്ത് പറയാൻ പറ്റും. പക്ഷേ
കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലാ മക്കളെയും ഒരുമിച്ച് പറയുവാൻ, ആരുടെ എല്ലാം പേരുകളുണ്ടോ പറയുവാൻ അവനധികം സമയം വേണ്ട. ഇന്ന് രാത്രിയിലും നമ്മുടെ ഏറ്റുപറയുന്ന പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും നമ്മളെ ഏറ്റുപറയുന്ന ആ മകനീയമായിരിക്കുന്ന പദവിക്കായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, നമ്മൾ ഒന്നുമില്ലാത്തവരാണോ? അത് വെറും കീടങ്ങളാണോ? അതെ, ഭൂമിയിൽ നമ്മൾ ഒന്നുമില്ലാത്തവരാ, നാം ബോഷന്മാരാ. ഓ, അറിവില്ലാത്ത ലോകം പറയും, വെടക്കെന്ന് പറയും. പക്ഷേ അവിടെ വലിയ ഉന്നതന്മാരുടെ മഹാന്മാരുടെ എന്ന് പേരുകൾ സ്വർഗത്തിൽ ഏറ്റുപറയാതിരിക്കുമ്പോൾ ജീവവസ്ത്രത്തിൽ പേരുള്ളവരുടെ പേരുകൾ ഇന്ന് രാത്രിയിലും കർത്താവ് ഏറ്റുപറയുന്നത്. എല്ലാ ദിവസവും പറയുന്നുണ്ട്, സ്വർഗത്തിൽ മൗനത ഉണ്ടാകാതെ, സ്വർഗത്തിൽ ദുഃഖമുണ്ടാകാതെ പേര് സൂക്ഷിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് സഹായിക്കട്ടെ എന്ന് എൻ്റെ രാത്രി ഞാൻ ആത്മാവിൽ ദൂതറിയിക്കുക. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. വെളിപ്പാട് 4-ാം അധ്യായം പഠിക്കുമ്പോൾ വെള്ളയുടുപ്പ് ധരിക്കുന്നത് എവിടെയാ ഇരിക്കുന്നത് മനസ്സിലാകും. വെള്ള നിലയെങ്കിൽ ധരിക്കുന്നത് എവിടെയാണ് നിൽക്കുന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ വെള്ളയുടുപ്പ് എന്നുള്ളത് ജയാളികൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പേരിരിക്കുന്ന ജീവിതങ്ങൾ അത് മായ്ച്ചു കളയപ്പെടാതെ ജീവിക്കാമെങ്കിൽ, അനുദിനമായി ശുദ്ധീകരിക്കാമെങ്കിൽ പറഞ്ഞു, അവർ ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ഞാൻ അവൻ ധരിക്കാൻ കൊടുക്കും. അവന്റെ പേർ ഞാൻ ജീവിതത്തിൽ മായ്ച്ചു കളയാതെ. ഇപ്പൊ നിദ്രാവസ്ഥരായ സർദീസിലെ സഭ മരിച്ചവർക്ക് തുല്യമായിരുന്നു. ഇതേക്കുറിച്ച് 1 തിമോഥെയോസ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാമുകിയായവളോ ജീവിച്ചിരിക്കൽ തന്നെ ചത്തവളാകുന്നവളേക്കുന്നു. ഇന്ന് ലോകത്തിന്റെ ചത്ത അവസ്ഥയാണ് കൂടുതലും. ഭാര്യയും കാമുകിയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? ജീവിച്ചിരിക്കൽ തന്നെ ചത്തവൾ. കാമുകിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് 1 തിമോഥെയോസ് 5-ാം അധ്യായം 6. കാമുകനും കാമുകിയും ഇന്നത്തെ ലോകത്തിന്റെ പ്രത്യേകതയാണ്. അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞു നിൽക്കുന്നത് ജീവിച്ചിരിക്കുക തന്നെ ചത്തവളെന്നാണ്. ജീവിച്ചിരിക്കുക തന്നെ ചത്തവളുവാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കർത്താവിന്റെ മണവാട്ടി സഭ എന്ന പേരിൽ അറിയപ്പെടുകയും ലോകത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കാമുകി അഥവാ ജീവിച്ചിരിക്കുക തന്നെ ചത്തവൾ എന്നതോട് അർത്ഥമാക്കുന്നത്. അതാണ് ലോകത്തിൽ കാണുന്നതും. ഒരാളുടെ ഭാര്യ എന്ന പേരിൽ അറിയപ്പെടും, പക്ഷേ മറ്റൊരാളായിരിക്കും അവിടെ ഹൃദയത്തിലുള്ളത്. അതിനെയാണ് കാമുകി എന്ന് പറയുന്നത്. ഒരുവന്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഒരുവളുടെ ഭർത്താവായിട്ട് പേരുകൊണ്ട് അറിയപ്പെടും, പക്ഷെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നത് മറ്റുള്ളവരായിരിക്കും. അതിനാണ് കാമുകൻ അല്ലെങ്കിൽ അതിന്റെ ചത്തവൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ യേശു ക്രിസ്തുവാണ് നമ്മുടെ മണവാളൻ എന്ന് പറയുകയും, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കുഞ്ഞാടാണ് നമ്മുടെ മണവാളൻ എന്ന് പറയുകയും, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അതേക്കുറിച്ച് പറയുന്നത്, അല്ലയോ ലോകസ്നേഹികളായിട്ടുള്ള വ്യഭിചാരിണികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നാം ജീവിച്ചിരിക്കൽ ചത്തവളാകാൻ പാടില്ല. അതുകൊണ്ടാണ് സത്യസഭയോട് പറഞ്ഞത്, നീ ജീവിച്ചിരിക്കുക തന്നെ ചത്തതാ. കാരണം അതിൻ്റെ അർത്ഥം ഇവർ ഉറങ്ങിപ്പോയെന്നല്ല. അത് ഉറങ്ങിയെന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മനസ്സെന്ത് ചെയ്തു? വഷളായിപ്പോയി. അതിനെയാണ് ചത്തത എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിനോട് അപ്പോൾ നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും ക്രിസ്തുവിനോടായിരിക്കണം. കുടുംബജീവിതത്തിൽ അത് തന്നെയാണ് വേണ്ടത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അതാ വേണ്ടത്. ഏകാഗ്രത നിർമ്മലതയും വേണം. വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതാണ് ദൈവ അനുശാസി. എന്നാൽ സാത്താൻ എല്ലായിടത്തും ചത്ത അവസ്ഥയിടുമ്പോൾ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ ക്രിസ്തുയേശുവിൽ സൗരഭ്യ വാസനയുള്ള ജീവൻ നയിപ്പാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കാമുകിയായുള്ള ജീവിച്ചിരിക്കുക തന്നെ ചത്തവളെന്ന് പറയുന്നത് ലോകസ്നേഹം കടന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് കാമുകി അഥവാ ജീവിച്ചിരിക്കൽ തന്നെ ചത്തവളെന്നോട് അർത്ഥമാക്കുന്നത്. ഞാൻ പറയും, ഞാൻ വിശ്വാസിയാണ്, ഞാൻ മണവാട്ടിയാണ്, സഭയാണ്, വരുമ്പോൾ എടുക്കുന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ലോകസ്നേഹമാണ് നിറഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവം എന്നെ നോക്കി പറയാം, സർദീസ് സഭയാ നീ, നിനക്ക് പേരുണ്ട്, മണവാട്ടി സഭയുടെ അംഗമാണെന്ന്, തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നതെന്ന് പറയും. പക്ഷേ കഥ പറയും, നീ ചത്തവള കാമുകിയ. അതുകൊണ്ട് നമുക്ക് കാമുകന്മാരുടെ ജീവിതമല്ല വേണ്ടി. നമ്മുടെ കർത്താവ് കാമുകനല്ല, അവൻ ആത്മമണവാളനാണ്. അവനെ പോലെ മറ്റാരും. ഇന്നലെ വിവാഹം വെച്ചത് എനിക്ക് അല്പസമയം സംസാരിക്കാൻ സമയം കിട്ടി, സംസാരിക്കേണ്ടതായിരുന്നു. പല വിവാഹ ഉറപ്പുകൾ നടക്കുന്നുണ്ട്, നിശ്ചയം, ഇതൊക്കെ നിഴലാണ്. എന്നാൽ ഒരു പ്രത്യേക വിവാഹ നിശ്ചയം നടത്തി വെച്ചിരിക്കുക ഇവിടെ. അത് ഒരു ഏകപുരുഷന് നമ്മയെല്ലാം ഒരു മണവാട്ടിയായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പ്രത്യേകതയാണ്. മറ്റുള്ളതൊക്കെ ഒരു പുരുഷനും ഭാര്യയുമായിട്ടുള്ള വിവാഹം നിശ്ചയം അത് ബയോളജിക്കലായിട്ടുള്ളത് ഇവിടെ കൊണ്ട് തീരും. എന്നാൽ പ്രിയപ്പെട്ടവരെ,
മരണത്തെ ജയിച്ചു വരുന്നതിന്റെ ക്രിസ്തു എന്ന ആത്മമണവാളന് വേണ്ടി ദൈവം നമ്മുടെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. അത് അത് കൂടി പറയണം കേട്ടോ. ഇരിമയാപ്രവചനം 2-1 പറയുന്നത്, നിന്റെ മരുഭൂമിയിൽ നിന്റെ നിന്റെ യൗവനത്തിലെ ഭക്തിയും നിന്റെ സ്നേഹവും വിവാഹ നിശ്ചയ സമയത്തെ സ്നേഹവും ഞാൻ ഓർക്കുന്ന പറഞ്ഞാൽ സാജനത്തെ കൊണ്ടുപോയ സമയത്ത് അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഹൃദയം തടിച്ചു ഇഴുത്ത് ഇവരെന്ത് ചെയ്യും, ദൈവത്തിൽ നിന്ന് മറന്നുപോയി. കഥ പറയുക, ഞാനിത് ഓർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാത്രി പറയുന്നത്, പണ്ടൊരു ഓർമ്മയായി. എൻ്റെ ഭാര്യ പണ്ടെന്നെ സ്നേഹിച്ചത് ഓർമ്മയായി തീരാൻ പാടില്ല. ഭർത്താവ് എന്നെ സ്നേഹിച്ചത് അന്ന് അങ്ങനെയായിരുന്നു ഓർമ്മയായി തീരാൻ പാടില്ല എന്നും വേണം. അപ്പോൾ വിവാഹം നിശ്ചയം സമയത്ത് മാത്രമുള്ള ഒരു ഓർമ്മയല്ല, ഇത് ഓർമ്മയായി തീരാൻ പാടില്ല. രണ്ടാമത് യഹോവയുടെ ഉള്ളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ നിജ നിരുശ്ചയം കേൾക്കെ വിളിച്ചു പറയേണ്ടത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമി വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയ കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. സത്യസഭയോട് പറയുക, നീ എന്നെ അനുഗമിച്ച് നടന്ന ഒന്നുമില്ലായ്മയിൽ വിതയ്ക്കാത്ത മരുഭൂമി വിതയ്ക്കാത്ത ദേശത്ത് തന്നെ, വിതയ്ക്കാത്ത ദേശത്ത് മരുഭൂമി വിതയും കൊയ്ത്തുമില്ലായിരുന്നു ദൈവത്തിൽ ആശ്രയിച്ചു പോയ സമയത്ത് അവിടെ ഭക്തി. അതിനുശേഷം പറയുകയാണ്, വിവാഹ നിശ്ചയ കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഈ ഭക്തിയും സ്നേഹവും ഓർമ്മയായി ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മളൊക്കെ തീരുമാനം എടുത്തല്ലേ അതെ മരണപര്യന്തം ദൈവത്തിനെ സ്നേഹിക്കാം, ക്രിസ്തുനോട് ചേരാമെന്നൊക്കെ ഉള്ളത്. തീരുമാനമെടുത്ത പ്രിയപ്പെടുന്ന രാത്രി പറയണം, ദൈവം അത് ഓർമ്മയായി തീരാൻ പാടില്ല. എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നത് ഓർമ്മയായി തീരാൻ പാടില്ല. നമ്മുടെ ജീവിതം ഒരു ഓർമ്മയായി, അന്ന് എന്നെ സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നല്ലോ, ഇന്നിപ്പോൾ എന്നെ അവർ സ്നേഹിക്കുന്നില്ലല്ലോ, ഒരു ഓർമ്മയായി തീരാൻ നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കാൻ പാടില്ല. അവർ മക്കളെ ഓർത്തിരിക്കാൻ പാടില്ല. അവരെന്നെ സ്നേഹിച്ച കാലമുണ്ടായിരുന്നല്ലോ. നമ്മൾ ചെറുപ്പകാലങ്ങളിൽ അപ്പ അമ്മ എന്ന് പറഞ്ഞ് മാറാവുന്ന ഒരു കാലമുണ്ടായിരുന്നു. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അതൊരു ഓർമ്മയായി തീരാതെ രാത്രിയിൽ ഞാൻ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. അത് യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മറ്റാർക്കും കവർന്ന് കൊണ്ടു കൊടുക്കാതെ, ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്, എൻ്റെ ഹൃദയം ആരും കവരുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹൃദയം കവർന്നു കളയാതെ സത്യസഭയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നീ ജയാളിയായിരിക്കണം, നിന്നെക്കുറിച്ച് എനിക്കൊരു പ്രത്യേക പദ്ധതിയുണ്ട്, നീ കാമുകിയായി തീരാൻ പാടില്ല. അവൻ്റെ വിവാഹം നിശ്ചയം ചെയ്ത നിർമ്മല കന്യകയിൽ പെടുവാൻ ദൈവം പറയും. അങ്ങനെയാണെങ്കിൽ പറയുകയാണ്, കർത്താവ് നിന്റെ പേര് ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കും, നിന്റെ പേര് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ശുദ്ധിയാണ് പ്രാപിച്ചുകൊണ്ടേയിരിക്കും, നിനക്ക് വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് നടക്കുവാൻ യോഗ്യതയും, നിന്റെ പേര് എപ്പോഴും ഏറ്റു പറയും. അതുകൊണ്ട് സ്വർഗത്തിൽ ഏറ്റു പറയുന്ന ഒരു ഗണത്തിൽപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ നമ്മെ ആരും ഏറ്റു പറയാൻ കാണത്തില്ലായിരിക്കാം, എന്നാൽ നമ്മുടെ പേര് സ്വർഗത്തിൽ ഏറ്റു പറയുന്നുണ്ടല്ലോ. അതിനായി ഇന്ന് രാത്രി ആത്മദർശനത്തോടെ അത് കാണാൻ കഴിയുമോ? നിങ്ങളുടെ ആത്മീയ ഉൾക്കണ്ണൊന്ന് തുറന്ന് ഉയരത്തിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കാമെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പേര് ദൂതന്മാരുടെ മധ്യത്തിൽ ഏറ്റുപറയുന്ന കുഞ്ഞാടിനെ കാണുവാൻ കഴിയും. എൻ്റെ രക്തത്തിൽ ജനിച്ച എൻ്റെ മക്കളാണ്. പ്രതിസന്ധികളോട് പ്രശ്നങ്ങളോട് കടന്നു പോകുമ്പോഴും അവരാരും എന്നെ തള്ളിപ്പറയാതെ അവർ നിൽക്കുന്നു. ലോകത്തെ സ്നേഹിക്കുന്നില്ല, എന്നെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുവെന്ന് പിതാവിന്റെ സന്നിധിയിൽ വിളിച്ച് അവിടെ ഏറ്റുപറയുന്ന പുത്രനാം യേശുവിനെ ഇന്ന് രാത്രി ഞാൻ വെളിപ്പെടുത്തുകയാണ്, ഞാനത് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അവന് വേണ്ടിയുള്ളവരെ അവിടെ എപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം അന്യരല്ല, പരദേശികളല്ല, ക്രിസ്തുയേശുവിന്റെ കുടുംബത്തിലെ അംഗമായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ട് മക്കളുടെ പേരുകൾ നമ്മൾ പ്രാർത്ഥന ഏറ്റു പറയത്തില്ലേ? പറയുമല്ലോ. നമ്മുടെ വിദേശത്ത് എവിടെ പോയാലും ആരായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അവരും പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കും. കഥാ പറഞ്ഞത് എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ രക്തത്താൽ ജനിച്ച ജയാളികളായിരിക്കുന്നവരുടെ പേര് അവിടെ ഓർക്കാതിരിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല ഓർക്കുന്ന കേട്ടോ, എപ്പോഴും നമ്മെക്കുറിച്ച് ഓർത്ത് നമ്മുടെ പേര് ഏറ്റുപറയുന്ന സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ ഏറ്റുപറയുന്ന കുഞ്ഞാടിന്റെ തിരുമുഖം രാത്രി ഞാൻ ദർശിക്കുകയാണ്. അവൻ നമ്മളെ എത്രമാത്രം സ്നേഹിപ്പാൻ നാം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സമർപ്പിക്കാൻ കഴിയും? കർത്താവേ, എൻ്റെ പേരേറ്റു പറയുവാൻ ഞാൻ ഒന്നുമായിട്ടില്ല കർത്താവേ, എന്നാൽ നീ എന്നെക്കുറിച്ച് ഏറ്റു പറയുന്നല്ലോ, നീ എന്നെ ശുദ്ധിയാക്കുന്നല്ലോ, നീ എന്നെ വെടിപ്പാക്കുന്നല്ലോ, നിന്റെ വെണ്മ എന്നെ ധരിപ്പിക്കുന്നല്ലോ, എന്നെ ജയാളിയാക്കി മാറ്റുവാൻ അങ്ങേക്ക് കൃപ തോന്നിയതിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ട്. സർവീസിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും
വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. സാദൃശ്യ പുസ്തകം 9-8 നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണം. നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കണം. വിശുദ്ധ ജീവിതമാണെങ്കിൽ വിശുദ്ധ തൈലത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കും. അതിനെയാണ് ആത്മീയ ജീവിതത്തിന്റെ ജയജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ വസ്ത്രം അത് മലിനപ്പെട്ടു പോകാതെ, കാമുകിയായി തീരാതെ ജീവിച്ചിരിക്കുന്നവരായി, ക്രിസ്തുവിനോട് എപ്പോഴും ജീവിച്ചിരിക്കുന്നവരായി തീരുവാൻ, നമ്മുടെ വസ്ത്രം എപ്പോഴും വെണ്മയായി തീരുവാൻ, ഇത് വെള്ള ഉടുപ്പാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കും. ശരീരത്തെ വെള്ള ഉടുപ്പാക്കി ദൈവം മാറ്റുവാൻ, അവനോട് സദൃശമാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അധികാരമുള്ള മൂപ്പന്മാരുടെ സംഘത്തിൽ 24 മൂപ്പന്മാർ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ജയാളികളായി അവനോടുകൂടി ഇരിപ്പാനുള്ള പദവിയിലേക്കാണ് നമ്മെ ഉയർത്തുന്നത് എന്നുള്ള സന്ദേശം കൈമാറുകയാണ് രാത്രി. നമ്മെ ദൈവം അനുദിനമായി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി വെള്ള ധരിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പേരേറ്റ് പറഞ്ഞ് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഞൊടിയടയ്ക്കുള്ളിൽ നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടി യേശു വരുവാൻ സമയമായി. അതുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിക്കുന്നവരല്ല, അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന അനേകർ ഉണ്ടെന്നുള്ളത് 2 തിമോഥെയോസ് ലേഖനം 3-5 ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുണ്ടെങ്കിൽ രാത്രിയിൽ പറയണം, ഞങ്ങൾ ഭക്തിയുടെ വേഷം കെട്ടുന്നവരല്ല, ഞങ്ങളിൽ ശക്തിയുള്ളവരാണ്. പുനരുത്ഥാന ശക്തിയുള്ളവരാണ്, വേഷധാരികളായിട്ടല്ല. അവിടെ 24 മൂപ്പന്മാർ സിംഹാസിരിക്കുന്നത് വെളിപ്പാട് 5-ാം വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്ന് ദൈവസഭയുടെ പ്രതികളായ 24 മൂപ്പന്മാർ തേജസ്സിന്റെ വസ്ത്രമാകുന്ന വെള്ള ഉടുപ്പ് ധരിക്കുവാൻ യോഗ്യരായിരിക്കും. അവർക്ക് മാത്രമല്ല, സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്ന ദൈവസഭയുടെ ആദിഫലമായ ജയാളികൾക്കും അന്ന് വെള്ളയുടുപ്പ് ധരിപ്പാൻ ലഭിക്കുമെന്നുള്ളതാണ് കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്ന അതിന്റെ മർമ്മം ഇതാണ്. അപ്പം ഈ സിംഹാസനിരിപ്പാൻ വേണ്ടി യോഗ്യരായിത്തീരുന്ന കുഞ്ഞാടിന്റെ സിംഹാസനിരിപ്പാനുള്ളവരെ പേര് പറഞ്ഞ ദൈവം എല്ലാ ദിവസവും അവരുടെ പേര് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വെള്ള ധരിപ്പിച്ചുകൊണ്ട് വെള്ളയുടുപ്പാക്കി നമ്മളെ സിംഹാസിരുത്തും എന്നുള്ളത് വെളിപ്പാട് പറഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ പേർ മായ്ച്ചു കളയാതെ ജയിക്കുന്നവരുടെ പേർ ദൈവം ഏറ്റു പറയുമെന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ജീവിതത്തിൽ പേർ എഴുതുന്നത് അത് മായ്ച്ചു കളയാനുള്ള അധികാരമുണ്ട്. കർത്താവിനുള്ള കൂടാതെ യോഗ്യത മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയാൽ അവരുടെ പേരുകൾ കർത്താവ് മായ്ച്ചു കളയും. പാപം ചെയ്യുന്നതിന്റെ പേർ ജീവിതത്തിൽ മുഖം നോക്കാതെ മായ്ച്ചു കളയുക തന്നെ ചെയ്യുമെന്ന് മോശയുടെ കർത്താവ് വിളിച്ചു. പുറപ്പാട് 32-32-33 ദാവീദിനെ കാരണം കൂടാതെ പകച്ചവരെ കുറിച്ച് അവൻ സഹിച്ചു മടുത്തപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചത് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമെന്നാണ്. സങ്കീർത്തനം 69-22 ജീവന്റെ പുസ്തകം അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുത് എന്ന് പറയും. പഴയ നിയമത്തിൽ ഇടയച്ചക്കനായ ദാവീദിന്റെ പ്രാർത്ഥന ജീവപുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമെന്നായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നല്ലയിടയനായ യേശുവിന്റെ ആഗ്രഹം ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്നുള്ളതാണ്. അവരുടെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പേരുകൾ അതിൽ നിന്ന് മായ്ക്കപ്പെടാതെയും അനേകം പേരുകൾ അതിൽ നിന്ന് അനുദിനം എഴുതപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചുകൊണ്ടിരിക്കാം. ഇടയച്ചക്കനായിരിക്കുന്ന ദാവീദ് പഴയ നിയമത്തിൽ പറഞ്ഞു അവരുടെ ജീവന്റെ പുസ്തകത്തിൽ അവിടെ നിന്ന് മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥ ഇടയൻ വന്നപ്പോൾ, ഈ ലോകത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എല്ലാവരുടെയും പേര് ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹം തന്നെയാണ്. ആരുടെയും പേര് മായ്ച്ചു കളയാതിരിക്കാൻ വേണ്ടി നമുക്ക് ദിവസത്തിൽ കൊണ്ടൊന്നും പ്രാർത്ഥിച്ച് നമുക്ക് യാഗരിക്കാം. നമ്മെ തന്നിരിക്കുന്ന ദൗത്യം നമുക്ക് പൂർത്തീകരിക്കാം. രാത്രി എന്ന പകർന്ന വ്യത്യാസമില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തിന് ജാഗരിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയും പേരുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേരുകൾ ഉണ്ടെന്നുള്ള ഉറപ്പാക്കുവാൻ അത് ഇന്ന് രാത്രി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. സമാധാന വാക്കുകൾ പറയുന്ന ആത്മാവസഭയോട് പറയുന്നതെന്ന് ചെവിയോട് കേൾക്കണം. സദ്യസിലെ സഭയോട് പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ലെന്നും അതിന്റെ കാരണം ഉണർവില്ലാത്ത ചത്തയവസ്ഥയാണെന്നുമാണ്. മാനസാന്തരപ്പെട്ട സുബോധത്തിലേക്ക് വരാതിരുന്നാൽ ജീവനുള്ളവെന്ന് പേരുണ്ടായിരുന്നാലും ജീവിതത്തിൽ പേർ കാണുകയില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ 5-ാം സഭയാകാൻ സഭയോടുള്ള ബന്ധത്തിലുള്ള ദൂത് അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം വെള്ള ഉടുപ്പ് ധരിക്കുവാനുള്ള അവസരം നൽകാമെന്നാണ്. രാത്രി എത്ര പേർക്ക് ഈ ദൂതിന്റെ ആഴം മനസ്സായി? നാം നഗ്നരായിരുന്നു, പാപത്തിലായിരുന്നു, നാം ഭാവികളായിരുന്നു, നഗ്നതയുള്ളവരായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളെ രക്ഷിച്ച് രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി നമ്മളെ ധരിപ്പിച്ചു, നമ്മുടെ പേര് ജീവിതത്തിൽ എഴുതി. എന്നാൽ അനുദിനം ദൈവസന്നിധിയിൽ വളർച്ച പ്രാപിക്കുന്നവർക്ക് ദൈവം പറഞ്ഞത് അധികാരമായിരിക്കുന്ന സ്വർഗസിംഹാസനിരിപ്പാനുള്ള അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. രാത്രിയിൽ അതെ കർത്താവിനോട് നടക്കുവാൻ, എന്നെ അനുഗമിക്കുവാൻ അങ്ങനെ നടക്കുന്നവരെ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. അവനെ ദൈവം എടുത്തതുകൊണ്ട് മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മരണം കാണാതെ അവൻ എടുക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിനോട് നടക്കാം, വെള്ള ധരിച്ചുകൊണ്ട് അനുദിനം വിശുദ്ധനം പ്രാപിച്ചുകൊണ്ട് അവനെ അനുധാവനം ചെയ്യുവാൻ,
അനുഗമിക്കുവാനുള്ള സന്ദേശം സർവീസ് സഭയുള്ള ബന്ധത്തിൽ ദൂത് കൈമാറുകയാണ്. എത്ര പേർക്ക് ഇന്ന് ഇത് കഥ വരുമ്പോൾ എടുക്കപ്പെടണമെന്നുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും എല്ലാ നിമിഷവും നാം അവനെ നാം അനുഗമിക്കുന്നവരായിരിക്കണം. അതെ, നമ്മുടെ വെണ്മ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധാത്മാ കൃപ നൽകട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദൂതിനെ വിരാമം കുറിക്കുന്നു. കഥ വരികയാണെങ്കിൽ നമുക്ക് അവന് വെള്ള ധരിച്ചുകൊണ്ട് അവനെ നടക്കുന്ന നിനയാത്ത നാഴികയിൽ യേശു കർത്താവ് കള്ളനെ പോലെ വന്ന് അവന്റെ മണവാട്ടി സഭയെ ചേർക്കുമ്പോൾ നാം ജീവനോടെ ഇരിക്കുന്നവരായി രൂപാന്തരപ്പെടുവാൻ ചത്തവരെ ചേർക്കുവാനല്ല കർത്താവ് വരുന്നത്, കാമുകിയെ ചേർക്കാനല്ല യേശു വരുന്നത് തന്റെ ജീവനുള്ള ദൈവസഭയെ ചേർക്കാൻ വേണ്ടി വരുന്നത്. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവജനമെല്ലാം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ഒന്നിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. അതെ, നാം ജീവനുള്ളവരാണ്. പരിശുദ്ധാത്മാവിന്റെ എണ്ണ നമ്മളിൽ കുറയാതെ അനുദിനം വർദ്ധിച്ചു വന്ന് വെണ്മയായി നമ്മളിൽ കുറയാതിരിക്കുവാൻ ഇന്നത്തെ ഈ ദൂത് മുഖാന്തരം എവിടെയാകട്ടെ കർത്താവ് എടുക്കപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങി ജീവിക്കാം. ദൈവമായി കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ.